صلوا على من جاءنا بالحق أظهر ديننا وأزال داجية الخنا وبه الوجود الزين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. صدق الله مولانا العظيم. من أحدث في أمرنا هذا ما ليس منه فهو رد. صدق رسول الله صلى الله عليه وسلم. പ്രിയ സഹോദരങ്ങളെ, സാഹചര്യം നമ്മെ നിർബന്ധിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഒരു സൂചന മാത്രം ഞാൻ ആദ്യമായി നൽകുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തെ ബാധിക്കുന്ന ഒരു പതനത്തിലേക്ക് എത്തിപ്പെട്ടാൽ അത് ഉണർത്താൻ നിർത്തിയില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ കണ്ണടച്ച് അറിഞ്ഞില്ല കേട്ടില്ല എന്ന് വെക്കുന്നത് അനീതിയായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒരു വിശദമായ ചർച്ചയ്ക്കൊന്നും കടക്കുന്നില്ല. എങ്കിലും ഞാൻ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മുഅ്മിനുകളോടും ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകളെ സംബന്ധിച്ച് അത് ഏതുമാട്ടെ ആവശ്യമില്ലാത്ത ചർച്ചകളിൽ ആരും ചെന്ന് പെടണ്ട. നമ്മുടെ വിശ്വാസത്തെ അത് ഗുരുതരമായി ബാധിക്കും. ബഹുമാനിക്കപ്പെടേണ്ട വസ്തുക്കളെ ബഹുമാനിക്കുക, ആദരിക്കേണ്ടതിനെ ആദരിക്കുക. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഈമാൻ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തന്നെ പ്രശ്നം. ബഹുമാനിക്കപ്പെടേണ്ടതും ആദരിക്കപ്പെടേണ്ടതും ആയ അതൊന്നുമില്ല. ഈമാൻ യഥാർത്ഥത്തിൽ എന്നാണ് ഈമാനിന്റെ ഷർത്തായി പറഞ്ഞത്. അള്ളാഹു ബഹുമാനിച്ച, ആദരിച്ച, മഹത്വപ്പെടുത്തിയ എന്തുണ്ടോ അതിന് ബഹുമാനിക്കുകയും ആദരിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യലും, അള്ളാഹു നിസ്സാരപ്പെടുത്തുകയും നിന്ദപ്പെടുത്തുകയും ചെയ്ത വസ്തുക്കളെ ആ നിലക്ക് കാണുകയും ചെയ്യൽ ഈമാനിന്റെ ഷർത്താണ്. ഉദു തന്നെ നിസ്കാരം ചെയ്യാവില്ലല്ലോ. നേരം വിട്ട് അന്ത്യോട് നിൽക്കിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ? നിസ്കാരത്തിന്റെ ഷർത്താണ് ഉദു എന്നതുപോലെ ഈമാനിന്റെ ഷർത്താണ് അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച് മഹത്വപ്പെടുത്തിയത് എന്തായാലും അതിനെ ബഹുമാനിച്ച് ആദരിക്കുക എന്നത്. നിസ്സാരപ്പെടുത്തി നിന്ദിച്ച ഇതിനെ ആ നിലക്ക് കാണുകയും ചെയ്യണം. അല്ലാതെ ഈമാൻ ഉണ്ടാവും. അപ്പോ നമുക്ക് സംഘടന ഒരു പ്രശ്നമില്ല. കാരണം എന്താ? നമ്മൾ സംഘടനക്ക് വേണ്ടി ഇവിടെ സംസാരിക്കില്ല. സംഘടന വേണ്ടെന്നുള്ള അർത്ഥത്തിനല്ല. അത് അതിന്റെ ആളുകൾ അതിനു വേണ്ടിയിട്ട് സംസാരിക്കാതിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഈമാൻ നമുക്ക് എല്ലാവർക്കുമാണല്ലോ സുന്നത്ത് ജമാഅത്ത്. അത് പറയാതെ നിർത്തിയില്ല. അതുകൊണ്ട് ഓരോരുത്തരും അവനവന്റെ ഈമാൻ സലാമത്താകണോ നാവ് സൂക്ഷിച്ചു പോവാം. നാവ് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മരിച്ചു പോകേണ്ടവരാണ് നമ്മളെന്ന് മനസ്സിലാക്കി ഈ പറഞ്ഞ ആരും നമുക്കുണ്ടാവില്ല. ഈ കക്ഷിക്ക് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നവരാരും നമുക്ക് ഉണ്ടാവില്ല. നമ്മളെ ഖബറിൽ നമ്മളാണ്ടാവുക. ഇതിനൊക്കെ ഒപ്പിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ നിന്നാൽ അവസാനം നമ്മുടെ കൈമുതലാവുന്ന ഈമാൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എവിടെ വരെ എത്തിപ്പോയി? നാട്ടിലൊരു കല്യാണ സദസ്സ് തുടങ്ങിയിട്ട് 4 ആൾ കൂടുന്ന ഒരു സഭയിൽ കൂടാൻ പറ്റാത്ത അത്രയും വഷളായ ഒരവസ്ഥയിലേക്ക് ഇന്ന് മുമ്പ് തുടങ്ങിയ ഒരു പള്ളിക്കേസ് തന്നെയാണ്. പക്ഷെ അത് ഇങ്ങനെയല്ലായിരുന്നു. അതേതോ ഒരു മനുഷ്യൻ കൊടുത്തയച്ച കാശ്
അത് കൊടുക്കാൻ ഏൽപ്പിച്ച ആളുകൾക്ക് മുഴുവൻ കൊടുത്തോ കൊടുത്തില്ലേ, സ്വന്തം എടുത്തോ, അതല്ല വകുപ്പ് മാറി ചെലവാക്കിയോ, ഇതൊക്കെയാണ് ചർച്ച. അതുകൊണ്ടൊന്നും ഇപ്പൊ ഈമാൻ കാര്യത്തിനെ ബാധിക്കുന്നതോ വിശ്വാസത്തിനെ പൊളിക്കുന്നതോ അല്ല. എന്നാലും അത് ഖൈറുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. അങ്ങനെയാണ് ഇത് തുടങ്ങിയ പണ്ട് കാലത്ത്. അത്തൊടങ്ങി ഒച്ചപ്പാടാക്കിയ ആളുകളോട് ഈ കാശ് കൊടുത്ത മനുഷ്യൻ രണ്ടു കാലുമേൽ നടന്നുതരാൻ വയ്യാഞ്ഞിട്ട് ഒരു കാലും ഒരു പൊയ്ക്കാലും വെച്ച് നാട്ടിൽ വന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു പ്രശ്നമില്ല, ഞാൻ ഏൽപ്പിച്ച കാശ് ആ വ്യക്തി ഞാൻ കൽപ്പിച്ചതിനനുസരിച്ച് ചെലവാക്കിയിട്ടുണ്ട്, അതിലെനിക്ക് യാതൊരു സംശയമില്ല, ഞാൻ അതിൽ പൂർണ്ണ സംതൃപ്തനാണ് എന്ന് ഈ കാശ് കൊടുത്ത് ഏൽപ്പിച്ച മനുഷ്യൻ നാട്ടിൽ വന്ന് രണ്ടു കാലം വരാൻ അയാൾക്ക് ഈ കാശ് കൊടുത്തതിനു ശേഷം രോഗം ബാധിച്ച ഒരു കാലം ഓപ്പറേഷൻ ചെയ്ത് മുറിച്ചു കളഞ്ഞു. എന്നിട്ട് ഒരു കാലവും ഒരു പൊയ്ക്കാലും വെച്ചിട്ട് അയാൾ വന്നു. ഒരു ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിനെ വിഷമിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരരുത് എന്നുള്ളത്. അയാൾ വന്നിട്ട് ജീവനോടുകൂടെ വന്നിട്ട് പറഞ്ഞു, പത്രക്കാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ജനമധ്യത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ പറ്റി യാതൊരു സംശയമില്ല, ഞാൻ കൊടുത്തേൽപ്പിച്ച വ്യക്തി അത് അയാൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ യഥാവിധി ആ കാശ് ചെലവഴിച്ചിട്ട് തീർന്നല്ലോ വർഷം. എന്നിട്ട് മതിയാക്കിയ ഞാൻ അതിന്റെ മേലെന്താ സാന്ത് വേണ്ടേ ആ വിഷയത്തിൽ എന്നതുപോലെ ഈ വിഷയത്തിൽ ഇത് അതല്ല വിഷയം, അതൊരു വ്യക്തിയെ ബാധിക്കുന്ന വിഷയമാണ്. ഇത് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും മനുഷ്യരുടെയും ജിന്നുകളുടെയും മലക്കുകളുടെയും നേതാവായ അഷ്റഫുൽ ഖൽഖ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പിനെ പറ്റിയാണ് ചർച്ച. വളരെ ഗുരുതരമായ ഒരു വിഷയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പറയുന്നോലല്ല അങ്ങനെയൊന്നും പറയുന്നില്ല, പക്ഷേ ഇത് ഏറ്റെടുത്ത് സാധാരണക്കാര് പീഡിയക്കൊലയിലും കല്യാണപ്പന്തലിലും ചർച്ച ചെയ്തിട്ട് എവിടെ വരെ എത്തുന്നു, അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. പറയുന്നവര് വലിയൊരു പറയുമ്പോ അവരെന്തെങ്കിലുമൊക്കെ കണ്ടിട്ടും ചിന്തിച്ചിട്ടും ഒക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷേ ഈ കൊടുത്ത ഏര കൊത്തിപ്പോയ സാധാരണക്കാരന് ഇതൊന്നും അറിയില്ല. അവന് ഇത് ഏറ്റെടുത്ത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് കേട്ട് സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ. നമ്മുടെ നാട്ടില് അതാണ് വിഷമം. നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ ഏതൊക്കെ സമുദായങ്ങളും ജനവിഭാഗങ്ങളും ജീവിക്കുന്ന നാടാ. ഇവിടുന്ന് പറയുകയാണെങ്കിൽ ഇവിടെ മുസ്ലിങ്ങളെ ഉള്ളൂ എന്ന് പറയാം. നാട്ടിലങ്ങനെയാണോ? മുസ്ലിങ്ങൾ ന്യൂനപക്ഷം, മഹാഭൂരിപക്ഷം വരുന്ന വിവിധ സമുദായങ്ങൾ, അവരിൽ എന്തൊക്കെ പറഞ്ഞാലും അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തോടുകൂടി മുസ്ലിം സമുദായത്തെ ബഹുമാനത്തോടും സ്നേഹത്തോടും കാണുന്നവർ തന്നെയാണ് ഇന്നും മഹാഭൂരിപക്ഷം. അന്യ സമുദായങ്ങളിൽ മഹാഭൂരിപക്ഷം ഇന്നും മുസ്ലിം സമുദായത്തെ, മുസ്ലിങ്ങളെ ബഹുമാനത്തോടും ആദരവോടും സ്നേഹത്തോടും കൂടി കാണുന്നവരാണ്. അവരെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ചർച്ച എന്ന് മനസ്സിലാക്കുക. മുമ്പത്തതുപോലെ തന്നെ മുമ്പെന്തായിരുന്നു? ഈ സമുദായങ്ങളെല്ലാവരുടെ മുന്നിൽ വെച്ചിട്ടല്ല ചർച്ച ഉണ്ടായിരുന്നു. ദീനിലും എല്ലാ കാര്യവും ഉണ്ടായിരുന്നു. അവസാനം അന്ന് ബുദ്ധിയുള്ള വിവരമുള്ള മഹാന്മാരുണ്ടായിരുന്നു നേതൃത്വം കൊടുക്കാൻ. അവസാനം എല്ലാം പറയേണ്ടതൊക്കെ പറഞ്ഞ് ഫിത്നാക്കേണ്ടതൊക്കെ ഫിത്നാക്കി, നാട്ടുകുഴപ്പായിട്ട് എല്ലാം കുഴപ്പമായതിന് ശേഷം മുശാവറ വിളിച്ചുകൂട്ടി. അന്ന് ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് ഉസ്താദ് അവർകളുണ്ട്. അല്ലാഹു തആല അവരുടെ പരലോകം സന്തോഷമാക്കി കൊടുക്കട്ടെ. മഹാനവർകൾ ജീവിച്ചിരിക്കുന്ന സമയം യോഗം കൂടി ഫാത്തിഹ ദുആ ചെയ്തതിന് ശേഷം എന്തിനാ ഇപ്പൊ യോഗം കൂടി വെച്ച്, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അതിനെപ്പറ്റി ഒരു തീരുമാനം കാണാനാണ്. അപ്പൊ ഇയാള് വക്കീലാണ്. വക്കീലാരാണ്? വക്കീലിന്റെ ആള്. അയാളെന്താ പറയുന്നത്? അയാളൊരു കത്തുണ്ട് ഇവിടെയാണ്. ആ കത്ത് വായിക്കുകയാണ്. കത്ത് വായിച്ചു. ഞാൻ ഏൽപ്പിച്ച എന്റെ വക്കീൽ ഞാൻ പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. വക്കീൽ
ഏൽപ്പിച്ച വക്കീൽ അമീനാണ്. അമീനായ വക്കീലിനെ സംബന്ധിച്ച് വക്കീലിന് തർക്കമില്ലാത്തടത്തോളം ബാക്കിയുള്ളവർക്ക് ആ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ പാടില്ല. വേറെന്താ വിഷയമുള്ളത്? വേറൊന്നുമില്ല. എന്നാൽ അവർക്ക് സലാത്തിൽ കൂടെ അറിഞ്ഞു സലാത്തിന്റെ ഇതിന് 2 കൊല്ലത്തോളം അന്ന് കോടികൾ ചെലവഴിച്ച് 100 സമ്മേളനങ്ങൾ നടത്തി. ദീനിൽ വന്നപ്പോ 1/2 മിനിറ്റ് അത്രയും വിധിയുള്ളൂ. പക്ഷേ കാലത്തിൽ വരുന്ന മുസീബത്തുകൾ, ഫസാദുകൾ, അത് അത്തർ കച്ചവടക്കാരൻ അത്തർ പൂശിയിട്ട് പിന്നെ നന്നാക്കാൻ കഴിയില്ല. ചീത്തയത് തന്നെ. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്, ഇതാണ് ഇസ്ലാമിന്റെ വിധി എന്ന് അറിയുന്ന പോലെ തന്നെയാണല്ലോ ഇതുവരെ ഒച്ചമ്പളിയാക്കി. ഒരാളെ വക്കാലത്ത് ഏൽപ്പിച്ചു. ഈ വക്കാലത്ത് ഏൽപ്പിച്ച വ്യക്തി വക്കീൽ, അയാൾ അമീനാണ് ഷറൈന്റെ നിയമം. ഇനി അയാൾ അമീനല്ലാതാണെങ്കിൽ എന്താണ്? ഈ മോക്കിലിന് ഇയാളെ പറ്റിയൊരു വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കണം. അതിനുള്ള എന്തെങ്കിലും പ്രവർത്തനം അയാളിൽ നിന്നുണ്ടാണ്. അതുണ്ടാകാത്തോടത്തോളം കാലം മൂന്നാമനൊരാൾക്ക് അതിൽ കൈയിടേണ്ട ഒരു ആവശ്യമാണ്. എന്നതുപോലെ ഇവിടെ 2 കാര്യം. ഒന്ന്, ഒരു തെറ്റിദ്ധരിപ്പിക്കൽ വ്യാപകമായി നടന്നിട്ട് പലരും ഇന്നും ആ തെറ്റിദ്ധാരണ നീങ്ങാത്തവരുണ്ട്. ഏതോ 2 കെട്ട് വലിയ നീട്ടുള്ള 1.5 മീറ്റർ നീട്ടുള്ള 2 കെട്ട് മുടി, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുടിയാണോ? അത് എവിടെയുള്ളത്? അങ്ങനെ ഒരു കെട്ടുമുടി എവിടെയുള്ളത്? രണ്ടൊരുത്തിനില്ല, വെറുതെ പറയാണ്. നിങ്ങൾ കണ്ടിട്ടില്ല ഇന്റർനെറ്റിൽ ഇവിടെ ഇതുവരെ മുമ്പ് ഭയക്കെ നടന്നു കഴിഞ്ഞല്ലോ. എന്ത് ഖുർആനെ നിസ്സാരപ്പെടുത്തി സംസാരിച്ചപ്പോ ഒരു പെണ്ണ് എന്തായി പന്നിയായി മാറി. പെണ്ണിന്റെ കോലം ഇവിടെ ഒക്കെ വിതൽ. ഒരു ഖബറില് ഒരു പാമ്പ് ഇങ്ങനെ ചുറ്റിയിട്ട് ഒരു മയ്യത്തിനെ വരിഞ്ഞ് മുറിക്കിയതായിട്ട് പരക്കെ ഇവിടെ ഇന്റർനെറ്റിൽ വന്നില്ലേ? അങ്ങനെയൊന്നുണ്ടോ? അള്ള പരലോകത്ത് ശിക്ഷ കൊടുക്കൂലെന്നല്ല, ഈ കൊടുത്ത ചിത്രങ്ങൾ മുഴുവനും നിർമ്മിതങ്ങളായിരുന്നു. ഈ നിർമ്മിത ചിത്രങ്ങൾ വെച്ചിട്ട് ജനങ്ങൾ പിന്നെ ചർച്ച അങ്ങോട്ട് ചർച്ച അങ്ങോട്ട് ചർച്ച, അവിടെ ഇവിടെ എന്നതുപോലെ ആരോ നിർമ്മിച്ചുണ്ടാക്കിയ ഒരു കള്ള മുടിക്കെട്ട് 1.5 മീറ്റർ നീളമുള്ളതെന്ന് പറഞ്ഞ 2 മുടിക്കെട്ട് ഓടുന്നു വരച്ചുണ്ടാക്കിയ അതിനൊക്കെ പോയി ബുദ്ധിമുട്ടുണ്ടോ? ഇവിടെ അത് നേരിൽ ഇപ്പൊ നമ്മളെ അബുവിനെ ഒരിക്കൽ എന്താ അങ്ങനെയൊന്നും ഉണ്ടാവുമോ എന്നുള്ള നിലക്ക് നെല്ലിക്കുത്ത് ഉസ്താദ് നയാത്തിലുണ്ട്, മർക്കസിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. വിളിച്ചു ചോദിച്ചു, ഉസ്താദെ എന്താ അതിന്റെ കഥ? അപ്പൊ വിശ്വസിക്കുന്ന ആളോ നിഷേധിക്കുന്ന ആളോ? അല്ല, ഞാൻ സംഗതി വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷെ എന്നാലും അതിന്റെ കഥ എന്താണ്? എത്ര ഉണ്ട് ആ സാധനം? എത്ര വലിപ്പുണ്ടത്? എത്ര ഉണ്ട്? ഞാൻ ഭക്ഷണം കഴിക്കാണ്. അത് കഴിഞ്ഞിട്ട് നേരിൽ ഒന്നുകൂടി കണ്ട് ഉറപ്പുവരുത്തിയിട്ട് ഞാൻ വിവരം പറഞ്ഞുതരാം. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം താഴെ പോയി കണ്ട് വന്ന് പറഞ്ഞ് ഒരു 15 സെന്റിമീറ്റർ നീട്ടുണ്ട് മുടി. 15 സെന്റിമീറ്റർ നീട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടും സംശയിക്കണ്ട, 100% ഈമാൻ കൊണ്ട് ഉറപ്പിച്ച് നിങ്ങൾ പറഞ്ഞോളി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശമാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഉസ്താദന്മാരൊക്കെ അവിടെ കൂടി വെയിലത്ത് ഈ സാധനം പിടിച്ചു നോക്കിയിട്ട് അതിന് നിഴലില്ല, ഞങ്ങൾ കണ്ണ് കണ്ട് നോക്കി ബോധ്യപ്പെട്ടതാണ്. 15 സെന്റിമീറ്റർ നീട്ടുള്ള ഈ സാധനം വെയിലിൽ പിടിച്ചിട്ട് ഇതിന് നിഴലില്ല എന്നത് ഞങ്ങൾ നേരിൽ കണ്ണുകൊണ്ട് നോക്കി സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് എവിടെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞോളി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കിരുകേശമാണ്. എല്ലാവർക്കും സംശയം, അല്ല ദിയലുണ്ടോ അത് ഞങ്ങൾ ഉസ്താദ് പരിശോധിച്ച്, ഞങ്ങൾ ഉസ്താദെ കുറച്ച് ആളുകൾ കൂടി കാട് പരിശോധിച്ച് ദിയലുണ്ടോ നോക്കുമ്പോ ദിയലില്ല. നിങ്ങൾ ധൈര്യ സമയത്ത് പറഞ്ഞോളി, അതിലേക്ക് ഏതാക്കണ്ട, പേടിച്ചൊന്നും വേണ്ട. മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ച് അങ്ങനെ ശാസ്ത്രീയ പരിശോധനയിലൂടെ
കാര്യങ്ങൾ തീരുമാനിക്കാനല്ല പറഞ്ഞത്, ശറഈയായ മാർഗത്തിലൂടെ ആണ് ഇത് തീരുമാനിക്കാൻ പറഞ്ഞത്. ഉദാഹരണം പറയാം, ഒരു പെണ്ണ് വ്യഭിചാരം ചെയ്ത് അതിലൊരു കുട്ടിണ്ടായി. ഈ കുട്ടിക്ക് ശറഅ് അനുസരിച്ച് വാപ്പല്ലാന്നാ നിയമം. ഇന്ന് അങ്ങനെ DNA ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്, ശാസ്ത്രീയ പരിശോധന അതാണല്ലോ പൈമൽ ചെയ്യല്. DNA ടെസ്റ്റ് നടത്തിയാൽ ഇത് ആരുടെ കുട്ടിയാണെന്ന് ഈ ടെസ്റ്റിലൂടെ തീരുമാനിക്കാൻ കഴിയും. നിങ്ങൾ അതിനനുസരിച്ച് ശറഅയിൽ വിധി പറയുമോ? പറയാൻ ഇസ്ലാമിൽ ഒപ്പുണ്ടോ? കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ടുകൊണ്ടിരിക്കോളെ ഈ കുട്ടിയുടെ വാപ്പ ഇന്ന ആളാണ് എന്ന് ശാസ്ത്രീയ പരിശോധനയാവുന്ന DNA ടെസ്റ്റിലൂടെ ഉറപ്പുവന്നു. അയാള് കുട്ടിയാണെന്ന് ഇസ്ലാമിൽ അതിന് വിധി പറയാൻ പറ്റുമോ? അയാൾ ഈ കുട്ടിക്ക് ചെലവ് കൊടുക്കാൻ ഇസ്ലാമിൽ നിയമമുണ്ടോ? ഇയാളുടെ അനന്തര സ്വത്തിന് ഈ കുട്ടി അവകാശിയാവുമോ? ഈ കുട്ടി പെണ്ണാണെങ്കിൽ ഈ കുട്ടിനെ ഇക്കാ ചെയ്ത് കൊടുക്കാനുള്ള വലായത്തിന്റെ അധികാരം ഈ ആൾക്കുണ്ടാവുമോ? ഒന്നുമില്ല. ശാസ്ത്രീയ ടെസ്റ്റിന് അത്ര ഇസ്ലാമിൽ വിലയുള്ളൂ. ഇസ്ലാമിന്റെ ഒരു വഴിയുണ്ട്, ആ വഴിയാണ്. ആ വഴി രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തെളിവ് ആവശ്യമുള്ള നെവറിയായ കാര്യങ്ങൾ പറയും. സാങ്കേതികമായി നെവറിയായ ചില കാര്യങ്ങളുണ്ട്, ഞങ്ങൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കണ്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. അതേ സമയത്ത് ഇസ്തിഫാള എന്ന് പറഞ്ഞാൽ പ്രസിദ്ധി, അതിലൂടെ അംഗീകരിക്കപ്പെടുന്ന കാര്യങ്ങൾ. ഈ ആദരവ് ബഹുമാനം എന്നൊക്കെ പറഞ്ഞത് ഇസ്തിഫാളത്തിന്റെ പേരിൽ മതി, അതിന് പിന്നെ ദലീലിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോ അറിയുന്നവർക്കൊന്നും അറിയാനിട്ടല്ല. രണ്ട് സാക്ഷി അല്ലെങ്കിൽ സഹീഹായ തുരീഖിലൂടെ ഈ ഉലമാരൊക്കെ എന്താണ് ഈ പറയാ? എല്ലാ ഉലമാരും തന്നെ എതിരാവുമ്പോ എല്ലാവരും അങ്ങനെ തന്നെയാണ് കണക്ക്. സഹീഹായ പരമ്പരയിലൂടെ സ്ഥിരപ്പെട്ടെങ്കിൽ തിരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒന്നുണ്ട്. അതെന്തിനാ? ഒരു കാര്യം ഫർളാണ്, അതല്ലെങ്കിൽ ഒരു കാര്യം സുന്നത്താണ്, അല്ലെങ്കിൽ അത് ഹറാമാണ്, അതല്ലെങ്കിൽ കറാഹത്താണ്, അതല്ലെങ്കിൽ ഹലാലാണ് എന്നുള്ള ശറഈന്റെ ഒരു ഹുക്മ് സ്ഥിരപ്പെടണമെങ്കിൽ, ശറഈന്റെ അഞ്ചാലൊരു ഹുക്മ് സ്ഥിരപ്പെടണം എങ്കിൽ ഇസ്ലാം ശരീഅത്തനുസരിച്ച് ഒരുപക്ഷെ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെടണം, അതല്ലെങ്കിൽ സഹീഹായതോ ഹസനായതോ ആയ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടണം, അതല്ലെങ്കിൽ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെടണം, അതല്ലെങ്കിൽ ഖിയാസ് കൊണ്ട് സ്ഥിരപ്പെടണം. ഈ നാലാലൊന്നുകൊണ്ട് സ്ഥിരപ്പെട്ടെങ്കിൽ ഒരു കാര്യം വുജൂബാണോ സുന്നത്താണോ ഹറാമാണോ കറാഹത്താണോ ഹലാലാണോ എന്ന് തീരുമാനിക്കാൻ പറ്റൂ. ശറഈന്റെ അഹ്കാമുകൾ വിധിവിലക്കുകൾ സ്ഥിരപ്പെടണമെങ്കിൽ സഹീഹോ ഹസനോ ആയ ഹദീസ് വേണം, അല്ലെങ്കിൽ ഖുർആൻ, അതല്ലെങ്കിൽ ഇജ്മാ, അല്ലെങ്കിൽ ഖിയാസ്. എന്നാലേ ഹുക്ം സ്ഥിരപ്പെടുള്ളൂ. ഫമായില്ലല്ലോ എല്ലാവർക്കും അറിയാതെ ഒരു ഹുക്ം സ്ഥിരപ്പെടല്ലോ വുജൂബാണല്ലോ സുന്നത്താന്നല്ല. ഒരു കാര്യം പുണ്യമുള്ളതാണ്, മഹത്വമുള്ളതാണ്, ആദരവുള്ളതാണ്, ബഹുമാനിക്കപ്പെടുന്നതാണ്, സ്നേഹിക്കേണ്ടതാണ്, അംഗീകരിക്കേണ്ടതാണ് എന്നിങ്ങനെയുള്ള ഫളായിലുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വഈഫായതം മതി എന്ന് മുസ്ലിം ഉമ്മത്തിനിടയിൽ രണ്ടഭിപ്രായമില്ലാന്ന് ഇജ്മാ ആണെന്നാണ് ഇമാം നബവി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്. ഇതൊക്കെ അറിയാത്തോലായി പറയുന്ന അല്ല, ഒച്ചപ്പാടുണ്ടാക്കുകയാണ്. ഇനി അതും വേണ്ട. ബഹുമാനിക്കപ്പെടുന്ന വിശ്വാസയോഗ്യരായ ആദരണീയരായ വ്യക്തികൾ പറഞ്ഞാൽ അതനുസരിച്ചും എന്ത് ചെയ്യാം? ബഹുമാനിക്കുക, ആദരിക്കുക. കേട്ടണോ? ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മറമാടപ്പെട്ട എവിടെയാണ്? ഇറാഖിലെ കൂഫയിലെ എന്താ പറയാ ദാറുൽ ഇമാറ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലത്താണ്. നജ്ഫിലാണെന്നൊരു അഭിപ്രായമുണ്ട്, പക്ഷെ നജ്ഫിലാണെന്നുള്ളത് ശരിയല്ല എന്നുള്ളതാണ്. നജ്ഫിലാണെന്നാണ് ശിയാക്കൾ പറയുന്നത്. ഇന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മഖ്ബറ എന്ന പേരിൽ നജ്ഫിൽ വലിയ പ്രസിദ്ധമായ മഖ്ബറ ഉണ്ട്. അവിടെ ആയിരക്കണക്കിന് ആളുകൾ ദിവസവും സിയാറത്തിന് പോകുന്നുണ്ട്. പക്ഷേ അത് മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു തആല അൻഹുവിന്റെ മഖ്ബറയാണ് എന്നുള്ളതാണ് ചരിത്രം. മുഗീറത്ത് ഇബ്നു ശുഅബ എന്ന് പറഞ്ഞാൽ ഷിയാക്കൾ ആ ബാട്ടിക്ക് എടുക്കൂല.
എന്നാൽ ദാറുൽമാറയിൽ നിന്നും, കൂഫയിലെ ദാറുൽമാറയിൽ നിന്നും ഹസൻ റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് സ്ഥാനം രാജിവെച്ച് മദീനയിലേക്ക് അഹ്ലു ബൈത്തീങ്ങളാവുന്ന കുടുംബസമേതം തിരിച്ചു പോന്നപ്പോൾ നേരത്തെ നിർമ്മാണപ്പെട്ടിരുന്ന ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശറഫാക്കപ്പെട്ട മൃതശരീരം അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്നു മദീനത്ത് ഫാത്തിമ ബീവിയെ മറവട്ട് കിടക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് മറമാടിയിട്ടുണ്ട് എന്നൊരു അഭിപ്രായം ചരിത്രത്തിലുണ്ട്. പക്ഷേ അത് ലൈഫായ ചരിത്ര. അവിടെ മറവാടപ്പെട്ടെന്നുള്ളത് ഓക്കെ, അവിടുന്ന് പോരുമ്പം കൊണ്ടുവന്നത് എന്ന ചരിത്രം ലൈഫായി വേട്ട. എന്നാലും സിയാറത്തുകൾ വിവരിക്കുന്ന ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ പറയുന്നത് ബഖിയയിൽ സിയാറത്തിൽ ചെല്ലുമ്പോ ഫാത്തിമ ബീവിക്ക് സലാം പറയുന്ന കൂട്ടത്തില്, ഹസൻ റളിയല്ലാഹു തആല സലാം പറയുന്ന കൂട്ടത്തില്, അബ്ബാസ് റളിയല്ലാഹു അൻഹു സലാം പറയുന്ന കൂട്ടത്തില് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സലാം പറയുന്ന സുന്നത്താണ്. വൈഫായ ഒരു അഭിപ്രായമേ ഉള്ളൂ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ പറയുന്നത്. ഇനി അതുപോലെ വേറൊന്ന്, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ തല മുറിച്ചെടുത്തു കർബലയിൽ. ആ തല എവിടെ മറമാടി? ഡമസ്കസിലാണ് എന്ന് പ്രശസ്തമായ ചരിത്രങ്ങളും പലരും പറയും. ചരിത്രകാരന് തലസ്ഥാനം ഡമസ്കസിലായിരുന്നു, അവിടെയാണ് മറമാടപ്പെട്ടത്. ഈ ഒരു കൂട്ടർ പറയുന്ന അല്ല, ഈജിപ്ത് കൊണ്ടിട്ട് മറമാടി. ഈജിപ്തില് നിങ്ങൾ പോയി കണ്ടില്ലേ, വലിയ പ്രശസ്തമായ ജാറവും മഖ്ബറയും ബിൽഡിങ്ങും ആയിരക്കണക്കിന് ആളുകൾ ദിവസവും അവിടെ സിയാറത്ത് ചെയ്യുന്നു. മഷ്ഹദ് ഹുസൈൻ എന്ന പേരിൽ. ചരിത്രപരമായി ഒരു രേഖയിലില്ല, ലൈഫായ രേഖയില്ല. മുസ്ലിം ചരിത്രത്തിൽ തന്നെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശറഫാക്കപ്പെട്ട ശിരസ് ഈജിപ്തിൽ കൊണ്ടുവന്ന് മറമാടി എന്ന് ചരിത്ര പണ്ഡിതന്മാർ ആരും പറഞ്ഞിട്ടില്ല. മറിച്ച് ഡമസ്കസിലാണെന്ന് വലിയൊരു ഭാഗം പറയുമ്പോ വേറൊരു കൂട്ടർ പറഞ്ഞു അതിൽ വൈത്ത് സ്ത്രീകളെയും ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹുവിനെയും ഉൾപ്പെടെയുള്ളവരെ മദീനയിലേക്ക് യസീദ് അയച്ചു, ആദരപൂർവ്വം തന്നെ അയച്ചു. ഈ അയച്ച കൂട്ടത്തിൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയും ഉണ്ടായിരുന്നു. ഉമ്മ ഫാത്തിമ ബീവിയുടെ സമീപത്ത്, ജ്യേഷ്ഠൻ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ സമീപത്തായിട്ടാണ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശിരസ് മറമാടപ്പെട്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ബഖീൽ സിയാറത്ത് ചെയ്യുമ്പോൾ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു സലാം പറയൽ സുന്നത്തുണ്ട്. അത് സഹീഹായ വലത്തോട്ട് തുപ്പാത്ത ആളുകളിൽ നിന്നുള്ള റിവായത്തൊന്നുമല്ല. അങ്ങനെ ഒരു അഭിപ്രായം ചരിത്രത്തിലുണ്ട്. അതെന്താന്ന് വെച്ചാൽ ആദരവിന്റെ ബഹുമാനത്തിന്റെ ഭാഗമാ, അത് മതി. ആ ബഹുമാനത്തിന്റെയും ആദരവിന്റെയും പേരിൽ നേരത്തെ ഞാൻ പറഞ്ഞേക്ക് ചരിത്രത്തിന്റെ ഒരു രേഖയില്ലാത്ത അഷ്ഹദ് ഹുസൈനിയിൽ വലിയ വലിയ മഹാന്മാരായ ആലിമീങ്ങളും ഔലിയാക്കന്മാരും സിയാറത്തിനുമുണ്ട്. ചരിത്രത്തിനൊന്നും പിമ്പലുമില്ല. എന്നാലും വലിയ വലിയ പണ്ഡിതന്മാരും ഔലിയാക്കന്മാരും അഷ്ഹദ് ഹുസൈനിയും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ സിയാറത്ത് ചെയ്യുന്നുണ്ട്. അതെന്തായാലും ബഹുമാനത്തിന്റെ പേരിലാണ്, ആദരവിന്റെ പേരിലാണ്. ഇതൊക്കെ അറിയാത്തവരൊന്നുമല്ല ഇത് പറയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ മഹാന്മാരങ്ങനെ പറയുന്നു, അതനുസരിച്ച് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഞാൻ വിഷയത്തിലേക്ക് കടന്നു പറയാൻ എന്റെ വിഷയമല്ല. നേരത്തെ ഒരു 6 വർഷം മുമ്പ് ഡൽഹിയിൽ ബർക്കാത്തി സാദാത്യങ്ങൾ അഹ്ലു ബൈത്തിൽപ്പെട്ട അവർ മദീനയിൽ നിന്നും ഇന്ത്യയിലേക്ക് ദീനീ പ്രബോധനാവശ്യാർത്ഥം വന്നവരാ. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സാദാത്യങ്ങൾ. അങ്ങനെ ഡൽഹിയിൽ അവർ താമസമാക്കുകയും അവിടെ ഇന്നും അവരുടെ പരമ്പര നിലകൊള്ളുകയും ചെയ്യുന്ന ബർക്കാത്തി സാദാത്യങ്ങളിൽപ്പെട്ട ഒരു സയ്യിദ് അവരുടെ കൈവശം പാരമ്പര്യമായി സൂക്ഷിച്ചു പോന്നിരുന്ന ഷറഫാക്കപ്പെട്ട ഒരു തിരുകേശം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. ഖലാസ്, ഇയാളൊരു തങ്ങളാണ്, കൊടുത്ത ആള്
സയ്യിദാണ്, പാരമ്പര്യം അറിയപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. മദീനയിൽ നിന്ന് ദീനി പ്രബോധനാർത്ഥം നേരത്തെ വന്ന മഹാന്മാരായ ഔലിയാക്കന്മാരുൾപ്പെടെയുള്ള അഹ്ലു ബൈത്തിന്റെ പിൻതലമുറക്കാരനാണ്. ആള് പറയുന്നു, ഞങ്ങൾ ഉപ്പാപ്പമാര് വന്ന സമയത്ത് അവരുടെ കൈവശം സൂക്ഷിച്ചു വന്നിരുന്ന തിരുകേശം അതിനെ ബഹുമാനിക്കാനും ആദരിക്കാനും സംരക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്വത്തോടുകൂടി നിങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മഹാനായ എ.പി. അബൂബക്കർ മുസ്ലിയാരെ അവരെ ഏൽപ്പിച്ചു. അദ്ദേഹം അത് ബഹുമാനപൂർവ്വം ഏറ്റെടുത്ത് മർക്കസിൽ തന്നെ അത് സൂക്ഷിക്കുകയും ചെയ്തു. 6 കൊല്ലായത്. അതിന്റെ സനത് എന്താന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതാണ് അതിന്റെ കഥ. വേറെ കടലാസിലേക്ക് സനതുണ്ട്, അതല്ല വിഷയം. ഇവിടെ മുസ്ലിം ഉമ്മത്തിന് വേണ്ട സനത് എന്താണ്? വിശ്വാസയോഗ്യനായ അഹ്ലു ബൈത്തിൽപ്പെട്ട ബഹുമാനിക്കപ്പെടുന്ന ഒരു തങ്ങള് അയാള് പറയുന്നു, ഇത് എന്റെ ഉപ്പാപ്പമാര് മുഖേന ഞങ്ങൾക്ക് കിട്ടിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷിപ്പാണ്. ഈ ബഹുമാനിക്കപ്പെടുന്ന ഒരു തങ്ങൾ സയ്യിദ് അങ്ങനെ പറയില്ല, അള്ളാന്റെ റസൂലിന്റെ മേൽ കളവ് പറയൂല എന്ന ഉത്തമ വിശ്വാസത്തിന്റെ പേരിൽ അതിനെ സന്ദർശിക്കുകയോ അതിനെ ബഹുമാനിക്കുകയോ അതിനിട്ട വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്യാൻ ഇസ്ലാം ദീനിൽ വേർത്തെളിവിന്റെ ആവശ്യമില്ല. കൊടുത്ത ആള് സയ്യിദാണ്, മഹാനാണ്, അവരുടെ പാരമ്പര്യം സാദാത്യങ്ങളാണ്, അവര് പാരമ്പര്യമായി ഞങ്ങളുടെ കയ്യിൽ കിട്ടിയതാണ്. അതുകൊണ്ട് ഇത് തിരുനബികളുടെ തിരുശേഷിപ്പായതുകൊണ്ട് ബഹുമാനവും ആദരവും എല്ലാം നിലനിർത്തിക്കൊണ്ട് തബറുക്കിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ ഇത് തന്നെ അതിൽ വിശ്വാസം. നേരത്തെ പറഞ്ഞേക്ക് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന് ബഖീൽ വെച്ചിട്ട് സലാം പറയും പോലെയോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന് സലാം പറയും പോലെയോ കൂട്ടിയാ മതി. മഹാന്മാര്, സ്വാലിഹീങ്ങൾ, സാദാത്യങ്ങൾ പറഞ്ഞതനുസരിച്ച് നമ്മൾ അംഗീകരിക്കുന്നു. ഇനി ഒരാൾക്കത് പോരാ, പോണ്ട, ഹരാസ് കഴിഞ്ഞു. ഒരാൾക്കത് വിശ്വാസം വരുന്നില്ല, മാഫി മുഷ്കില പ്രശ്നമില്ല, നിങ്ങൾ വിശ്വസിക്കണ്ട. ഇസ്ലാമിൽ അത് മതി. ബഹുമാനിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന മഹാന്മാരായ ആലിമീങ്ങൾ, സാദാത്യങ്ങൾ പോലെയുള്ള ആളുകൾ പറഞ്ഞ വാക്ക്, ആ വാക്ക് സ്വീകരിച്ചാൽ തന്നെ അതിനെ വിശ്വസിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും ഒക്കെ ഇസ്ലാമിൽ വകുപ്പുണ്ട്. രണ്ടാമത്തേത്, അപ്പോഴാണല്ലോ ഒച്ചപ്പാട് പ്രശ്നമായത്. രണ്ടാമത്തെ, ആദ്യം തന്നെ കുറച്ചൊച്ചപ്പാട് ഉണ്ടായിരുന്നു, അതിന് വല്ലാതെ പൊങ്ങിയിട്ടില്ല. രണ്ടാമത്തേത് അൻസാരികളിൽപ്പെട്ട ഔസ് ഹസ്രജ്, ഇങ്ങനെ 2 ഗോത്രമാണല്ലോ അൻസാരികളുള്ളത്. അതിൽപ്പെട്ട ഹസ്രജ് ഗോത്രക്കാരായ സഹാബത്തിന്റെ പിന്തലമുറക്കാർ, അതിൽപ്പെട്ട ഒരു മഹാനായ പണ്ഡിതൻ, അതിലാർക്കും തർക്കമില്ല. കിതാബുകൾ, ധാരാളം കിതാബുകൾ രചിച്ച ചെറുപ്പക്കാരനാണെങ്കിലും പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ, സഹാബത്തിന്റെ പാരമ്പര്യത്തിൽപ്പെട്ട അൻസാരികളായ ഹസ്രജ് ഗോത്രക്കാരാണ് എന്ന കാര്യത്തിലും ആർക്കും ലോകത്ത് തർക്കമില്ല. അങ്ങനെയുള്ള ഒരു അൻസാരിയായ മനുഷ്യൻ, ഒരു ആലിമായ മനുഷ്യൻ പറയുന്നു, എനിക്ക് എന്റെ പാപ്പമാര് മുഖേന ഞങ്ങളുടെ കുടുംബത്തിൽ സംരക്ഷിച്ച് പോരുന്ന ഈ തിരുശേഷിപ്പ് അതിനെ ബഹുമാനിക്കും ആദരിക്കുകയും അതിന് വേണ്ടതുപോലുള്ള സംരക്ഷണവും കൊടുക്കണം എന്ന് ഇതുവരെ ഞങ്ങൾ പാരമ്പര്യമായി സംരക്ഷിച്ചു പോന്ന ഈ ഉത്തരവാദിത്വം നിങ്ങളെ ഒരു അമാനത്തായി ഏൽപ്പിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഞാൻ കൈമാറുന്നു എന്ന് ജനലക്ഷങ്ങളുടെ മുന്നിൽ വെച്ച് മഹാലോക പണ്ഡിതന്മാരെ മുൻനിർത്തി കൊടുത്തു. ഇയാൾ പറഞ്ഞത് ഒരു പക്ഷേ കളവാണെങ്കിൽ അയാൾ വല്ലേ ചോക്കിക്കോട്ടെ, നമുക്കെന്താ. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഒരു കളവ് പറയേണ്ട വല്ല സാഹചര്യവും ആ മനുഷ്യനുണ്ടോ? അതുമാണ് നമ്മളൊന്ന് ചെറുതായി ചിന്തിക്കുക. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അയാൾക്ക് സാമ്പത്തികമായി വല്ല നേട്ടം കിട്ടുമോ? ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇയാൾക്ക് എന്തോ സാമ്പത്തിക ദുരുദ്ദേശം നോക്കാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേക പ്രശസ്തിയും അംഗീകാരവും കിട്ടുമോ?
കിട്ടുന്നത് പോവുകയല്ലേ, അയാളടുത്തുള്ള ഒറ്റയ്ക്ക് കൊടുത്താൽ ഉള്ളത് പോവുകയല്ലേ. അപ്പൊ അയാൾക്ക് ഇതുകൊണ്ട് സാമ്പത്തികമായ ഒരു നേട്ടവും കിട്ടാനില്ല, പ്രത്യേകമായ ഒരു ബഹുമാനമോ അംഗീകാരമോ പ്രശസ്തിയോ ഇതുകൊണ്ട് അയാൾക്ക് ലഭിക്കാനില്ല. അങ്ങനെ അന്തസ്സിന്റെ പ്രശ്നമോ സമ്പത്തിന്റെ പ്രശ്നമോ ഇതിന്റെ പിന്നിലില്ല എന്ന് സൂര്യപ്രകാശം പോലെ വെളിവായ നിലക്ക് അൻസാരി കുടുംബത്തിൽപ്പെട്ട ഒരു മഹാനായ പണ്ഡിതൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഈ ജനലക്ഷങ്ങളെ മുൻനിർത്തിയും ഈ ആലിമീങ്ങളെ സാക്ഷി നിർത്തിയും കളവ് പറയുമോ? നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ നിവൃത്തിയില്ല. കളവ് പറയുകയാണെങ്കിൽ ഈ ജനലക്ഷങ്ങളുടെ മുന്നിൽ സ്വകാര്യമായിട്ട് ബർക്കാത്തി സാദാത്യങ്ങൾ നേരിട്ട് കൊടുത്ത പോലെ കൊടുത്തല്ലത്, ജനലക്ഷങ്ങളുടെ മുന്നിൽ വെച്ച് ലോക പ്രശസ്തരായ ഉലമാക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇതുകൊണ്ട് അയാൾക്ക് നേട്ടം എന്ത് സാമ്പത്തികമായിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് സംശയിക്കാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അന്തസ്സിനോ അഭിമാനത്തിനോ സ്ഥാനമാനങ്ങൾക്കോ വല്ല വളർച്ചയും കിട്ടുമെങ്കിലും ഓക്കെ. അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ കളവ് പറയാ അറിഞ്ഞുകൊണ്ട് എന്നല്ലേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രസിദ്ധമായ ഹദീസുണ്ട്, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. എന്റെ മേൽ മനഃപൂർവ്വം ഒരാൾ കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ നിന്ന് സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരാൾ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ നിന്ന് സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് മുത്തവാത്തിറായ ഹദീസ. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ ഖുർആൻ പോലെ അനിഷേധ്യമായി സ്ഥിരപ്പെട്ട് അംഗീകരിക്കപ്പെട്ട ഹദീസാണ്. ഇതറിയാത്ത ആളാവില്ലല്ലോ ഇവരൊന്നും. ഈ അലിമീങ്ങളും ഈ കൊടുത്തതും വലിയൊരു പണ്ഡിത ഡോക്ടറേറ്റൊക്കെ ഉള്ള ഒരു അരിമ. അപ്പൊ മനഃപൂർവ്വം നരകത്തിൽ പോകേണ്ടി വരുന്നുള്ള ഉറപ്പിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ പരസ്യമായി കളവ് പറഞ്ഞു എന്ന് വിശ്വസിക്കണോ നമ്മൾ? ഇങ്ങനെ നേട്ടമുണ്ടെങ്കിൽ നമ്മൾ പിന്നെ സംശയിക്കാം. ഈ ഒരു നേട്ടവും അയാൾക്കില്ലാതെ നരകത്തിൽ പോകുന്ന ഉറപ്പാക്കിക്കൊണ്ട് ഒരു പണ്ഡിതനായ മനുഷ്യൻ ഈ ജനങ്ങളെയും അലിമീങ്ങളെയും സാക്ഷി നിർത്തിയിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ കളവ് പറഞ്ഞു എന്ന് വിശ്വസിക്കണോ? വേണ്ടെങ്കിൽ അയാളിലുള്ള ഉത്തമ വിശ്വാസം, ഈ വ്യക്തിയിലുള്ള ഉത്തമ വിശ്വാസം അത് വെച്ചുകൊണ്ട് തന്നെ ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പാണ് എന്ന് വിശ്വസിക്കുന്നതിന് ഇസ്ലാം ശരീഅത്തിൽ യാതൊരു വിരോധമില്ല. അവിടെ വലത്തോട്ട് തുപ്പാത്ത ആളുകളുടെ റിവായത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടോളെന്ന് ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. ബഹുമാനിക്കാൻ, ആദരിക്കാൻ. വലത്തോട്ട് തുപ്പാത്ത ആളുടെ റിവായത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടെങ്കിലേ അഹ്കാമ ശറഈയയിൽപ്പെട്ട ഒരു കാര്യം ഫർളാണെന്നോ സുന്നത്താണെന്നോ ഹറാമാണെന്നോ കറാത്താണെന്നോ ഹലാലാണെന്നോ ഹുക്മ് സ്ഥിരപ്പെടുള്ളൂ. ഈ ഹുക്മ് സ്ഥിരപ്പെടാനാണ് സഹീഹ് വേണമെന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ ബഹുമാനിക്കാന് ആദരിക്കാന് അതിന്റെ ഫളായിലിന് അയിനിപ്പാത്ത അർത്ഥമൊന്നും ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ജനങ്ങളെ പൊട്ടന്മാരാക്കാണ്. ഇതെല്ലാവർക്കും തിരിയാഞ്ഞിട്ടല്ല. പോട്ടെ, ആ ഭാഗം പിടി. ചുരുക്കത്തിൽ ഞമ്മക്കെന്ത് മതി? ബഹുമാനിക്കാനും ആദരിക്കാനും തബറുക്കിനും ആണല്ലോ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന് കാണാൻ അറിഞ്ഞത് ഈ ലോകത്തൊരു മുഅ്മിനായ മനുഷ്യന് ലഭിക്കുന്ന ഇന്ന് അതിലും വലിയ ഒന്നില്ല. എന്തുകൊണ്ട്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുക എന്നത് അതിന്റെ മേലൊന്നുണ്ടോ? അതിന് നമുക്ക് ഭാഗ്യം കിട്ടിയില്ല. എന്നാൽ അവിടുത്തെ തിരുശേഷിപ്പുകളിൽപ്പെട്ട ഒന്ന് കാണുക എന്നത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യം കിട്ടാൻ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോധ്യമുണ്ട്. ഇങ്ങനെ ഒന്നൊരു സ്വാനിമായിരിക്കുന്ന ഒരു സയ്യിദ് ആ സാദാത്യങ്ങളെ പാരമ്പര്യമായിട്ട് കിട്ടിയതാണെന്ന് പറഞ്ഞ ആ വിശ്വാസത്തിന്റെ പേരിൽ മറ്റേയാള് അൻസാറുകളായിരിക്കുന്ന സഹാബത്തിന്റെ പാരമ്പര്യത്തിൽപ്പെട്ട ഒരു വ്യക്തി, അൻസാരിയായ ഒരു വ്യക്തി ഞങ്ങൾക്ക് ഉപ്പാപ്പമാര് മുഖേന പാരമ്പര്യമായി കിട്ടിയ തിരുശേഷിപ്പാണെന്ന് പറഞ്ഞ ഈ വാക്കിൽ വിശ്വാസമുള്ളവര് അത് പോയി കണ്ടാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ തിരുശേഷിപ്പ് കണ്ട എല്ലാ പുണ്യവും കിട്ടും. അതിന് വേറെ വലത്തോട്ട് തുപ്പാത്തോലെ തെളിവൊന്നും വേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇസ്ലാമിൽ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അതുകൊണ്ട് ബർക്കത്താണ് ഉദ്ദേശിക്കുന്നത്, ബഹുമാനവും ആദരവും ഉദ്ദേശിക്കുന്നത്. അത് ഇട്ട വെള്ളം കുടിക്കാറുള്ള സഹാബത്തിന്റെ സുന്നത്താണ്. ആ ഉദ്ദേശിച്ചുകൊണ്ട് വെള്ളം കുടിച്ചാൽ ആ പുണ്യവും ആ ഗുണവും ഒക്കെ കിട്ടുകയും ചെയ്യും. ബാക്കിയുള്ളതൊക്കെ ഒച്ചപ്പാടാണ്.
വഹാബികൾ സാധാരണ പറയലുണ്ടാവും, നമുക്ക് വേഗം മനസ്സിലാവും. നിങ്ങൾ ബക്കയിൽ സിയാറത്തിന് പോകുന്നവരാണല്ലോ എല്ലാവരും, ഇല്ലേ? ബക്കയിൽ സിയാറത്തിന് പോയാൽ നിങ്ങൾ ചോദിച്ചു നോക്കേണ്ടി ഒരുത്തനെ തോണ്ടിയിട്ട്, താടിക്കാരെ ഒരുത്തൻ തോണ്ടിയിട്ട് ഖബർ മിന്നാലി വല്ലാഹി മാതിരി منذ 10,000 من الصحابة لا أدري قل السلام عليكم دار قوم مؤمنين إنا إن شاء الله بكم على سنة رسول الله صلى الله عليه وسلم ما أدري. അപ്പുറത്ത് ഇങ്ങനെ വലിയൊരു കുളമ്പോല കെട്ടിയിട്ട് അതിന്റെ ചുറ്റും നിറച്ചാള് നിൽക്കുന്നുണ്ട്, വലിയ താടിക്കാരനൊരുത്തൻ അവിടെ നിൽക്കുന്നുണ്ട്. ഖബർ മിന്നാലി യുഖാലു ഖബർ ഉസ്മാൻ വല്ലാഹി മാതിരി. ഞാൻ എപ്രാവശ്യം പോയപ്പോഴും കേട്ടെ തുർക്കി ചോദിക്കാം, യുഖാലു ഖബർ ഉസ്മാൻ വല്ലാഹി മാതിരി അസ്സലാമു അലൈക്കും ദാറഖൗമി മിനാ സുന്നത്ത് റസൂലില്ലാ. അക്കൗമിനൊക്കെ പറ്റും, അക്കൗമിനൊക്കെ പറ്റും, ഞമ്മക്കത് പറ്റൂല. സുന്നിയൊക്കെ നമുക്കത് മതി, ആ യുക്കാലു മതി. എന്ത് പറയപ്പെടും? ഓക്കെ, അസ്സലാമു അലൈക യാ ദുന്നൂറൈൻ, അസ്സലാമു അലൈക യാ ജാമിഉൽ ഖുർആൻ, അസ്സലാമു അലൈക യാ സാലിസുൽ ഖുലഫാ, അസ്സലാമു അലൈക യാ സയ്യിദുൽ അഖ്താൻ ഒക്കെ പറഞ്ഞോളി. ഈ യുക്കാലു മതി, ഈ യുക്കാലു മതി. അതിന്റെ കുറച്ചങ്ങോട്ട് പോയി നോക്കിയാണ് അവിടെ ഒരു ഖബറുണ്ട്. ആരതാ? യുഖാലു ഇന്നഹു ഖബറു ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു തആല അൻഹാ. ഞങ്ങളെ ചരിത്രം കൊണ്ടൊന്ന് തിരുപ്പെടുത്തി തന്നാണ്. അതൊന്നും നോക്കുക. ഇപ്പൊ അറിയുന്നത് നമ്മളൊക്കെ പോയിട്ട് അവിടുന്ന് അസ്സലാമു അലൈക യാ മുർദിയത്ത റസൂലില്ലാ യാ ഹലീമത്തു സഅദിയ്യ പറയില്ലേ? പറയാൻ പാടില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടണോ? ഞമ്മള് സുന്നികൾ കിട്ടോ, മറ്റുള്ളത് പിന്നെ പോട്ടെ. എന്നാൽ നിങ്ങൾ ചരിത്രം കൊണ്ട് ഹദീസ് വലത്തോട്ട് പാത്ത ഹദീസ് വേണ്ട, ശരിക്കുള്ള ചരിത്രം കൊണ്ടൊന്ന് സ്ഥിരപ്പെടുത്തിയാണ് ഹലീമത്തു സഅദിയ്യ മദീനയിൽ വന്നിട്ടുണ്ടെന്ന്. എന്നിട്ടല്ലേ ബാക്കി സ്ഥാനം? മദീനത്ത് ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു തആല വന്നു എന്ന് ചരിത്രം കൊണ്ടൊന്നും ഇപ്പൊ തെളിയിച്ചാണ്. സഹീഹൊന്നും വേണ്ട, ലഈഫായ ചരിത്രം കൊണ്ട്. ഞാൻ കണ്ടിട്ടില്ല. എന്നല്ലേ നിങ്ങളെയും കണ്ടുണെങ്കിൽ കൂടി അറിയാം. യുക്കാലു പക്ഷെ പറയപ്പെടുന്ന ഒന്നിൽ നിന്നുള്ള അഭിപ്രായം ഉണ്ടാര്? ഷൈമ ബിന്ത് ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു തആല, ഹലീമ ബീവിന്റെ മകള് ഷൈമ ബീവി മദീനയിൽ പിന്നീട് വന്നിരുന്നു. അന്ന് വിളിച്ചിട്ട് പോകുന്നില്ല. ഹുനൈൻ യുദ്ധം കഴിഞ്ഞിട്ടേ ബന്നിലെ നബിസല്ലല്ലാഹു ഞങ്ങളുടെ ഹദ്റത്തിൽ വന്ന് പറഞ്ഞല്ലോ, ഞങ്ങളെ പെങ്ങളാണ്. എന്താ തെളിവ് ചോദിച്ചു? തെളിവ് പണ്ട് കളിച്ച സമയത്തിന് കടിച്ചിട്ട് ഇവിടെ കായ് കൊണ്ട് മുറിയായിട്ട് പോത്തുപോയി. അത് അല്ലാഹു തആല പോപ്പിച്ചത് തന്നെ ഇക്കാരം. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കുട്ടിയായി നിന്ന് അങ്ങനത്തെ വികൃതി ഒന്നും കളിച്ചിട്ടില്ല. പക്ഷെ ഇതിന് നല്ല കായ്പൾക്ക് നല്ലൊരു കടി കൊടുത്ത് കടി പോത്ത് മുറിയായി. അപ്പൊ അതെന്തായി? കലയായി. നമ്മളെ നാട്ടിൽ കുത്തിയച്ച മുറി എന്നതുപോലെ ഇവിടെ മുറിയായി. എന്താ തെളിവ് ചോദിച്ച്? തെളിവത്തില്ല. ഞാൻ പുറത്ത് തെറിപ്പിച്ച് ഇങ്ങനെ കൊണ്ടിറക്കും വെച്ച് കടിച്ചാൽ കൊണ്ടുവയ്ക്കാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങള് മുണ്ടെടുത്തിട്ട് അവിടെ വിരിച്ചു കൊടുത്ത് കയറി പെങ്ങളാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ കൂടെ പോരുകയാണെങ്കിൽ എല്ലാ നിനക്കുള്ള ബഹുമാനവും ആദരവും അംഗീകാരവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അല്ല നിങ്ങൾ ഇവിടെ തന്നെ കുടുംബത്തിന്റെ കൂടെ താമസിക്കാമെങ്കിൽ പോകാൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തുതരാണ്. ഞാൻ മനെ സംഗതി പോരിലൊക്കെ നല്ലതാണെന്ന് എനിക്ക് എന്റെ കുടുംബക്കാരൊപ്പം നിൽക്കുന്നതിന് സന്തോഷം. ഞങ്ങൾ പോയിക്കോളി. അങ്ങനെ അവർക്ക് പ്രത്യേക സമ്മാനങ്ങളും സൗജന്യങ്ങളും ഒക്കെ കൊടുത്ത് അങ്ങനെ ചരിത്രം അതന്നെ പറയുന്നത്. പിന്നീട് അവരിവിടെ വന്നിട്ടുണ്ട് എന്ന് മദീനയിൽ ഒന്ന് താമസാക്കി. അങ്ങനെ ചില ചരിത്രത്തിലുണ്ട്. അപ്പൊ വേണമെങ്കിൽ എന്താവാം, നിങ്ങൾ ഈ ഹലീമത്തു സഅദിയ്യ എന്ന് പറയുന്നിടത്തുള്ള ആള് ചിലപ്പോൾ ആരാവാം? ഷൈമ ബിന്ത് ഹലീമ റളിയല്ലാഹു. എന്നാ അവര് നിബിതങ്ങളുടെ മുറിയത്തല്ലെങ്കിലും ഉമ്മാന്റെ സ്ഥാനത്ത് തന്നെ, ഉമ്മാന്റെ സ്ഥാനത്ത് തന്നെ എന്ന് പറഞ്ഞാൽ നിബിതങ്ങളുടെ എല്ലാ നിലക്കും പോറ്റി വളർത്തിയത് ഉമ്മ മുറയെടുത്തിട്ടേ ഉള്ളൂ. ബാക്കി പൂർണ്ണമായ സംരക്ഷണവും മേൽനോട്ടും ഒക്കെ വഹിച്ചിരുന്നത് ആരാണ്? ഈ പെങ്ങള്. ആയിക്കോട്ടെ, എന്നാൽ നിങ്ങൾ അസ്സലാമു അലൈക യാ ഹലീമത്തു സഅദിയ്യ മുർദിയത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോളേന്ന് ഒരു കേടുമില്ല. കാരണം എന്താണ്? കൊല്ലങ്ങളായി മഹാന്മാരായ സ്വാലിഹീങ്ങള് ആലിമീങ്ങള് അവരൊക്കെ അങ്ങനെ അവിടുന്ന് സലാം പറയണത് നിങ്ങളും പറഞ്ഞോളി.
അതിനൊന്നും ഇപ്പൊ വലത്തോട്ട് തുപ്പാത്ത തെളിവൊന്നും ആണെന്ന് നിർബന്ധം ഇന്നുവരെ സുന്നികളാരും പറഞ്ഞിട്ടില്ല. സുന്നികളാരും അങ്ങനെ പറഞ്ഞിട്ടില്ല, പറയാനും പറ്റില്ല, അതിന്റെ ആവശ്യമില്ല. ഇവിടെ എന്താണ് മഹാന്മാർ അവിടെ അല്ലെങ്കിൽ ഉള്ളവർക്ക് എത്തിക്കാൻ ഉള്ളവർക്ക് കഴിയും. അതാണ് അതിന് കാരണം. ഈ സലാം പറയുന്ന സലാം ഈ വ്യക്തി ഇവിടെ അല്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ സതുദ്ദേശത്തോടുകൂടി ആ മഹാനെ സലാം പറയുമ്പോ അദ്ദേഹം എവിടെയാവട്ടെ അവിടത്തേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിവുള്ളവനല്ലേ റബ്ബ്. ബഹുമാനിക്കപ്പെടുന്നതിൽ അത്രേ ആവശ്യമുള്ളൂ. അതിന്റെ അപ്പുറമുള്ള ചർവിത ചർവണം എന്ന് പറയുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ തരീഖ് അല്ല, മറിച്ച് മറുവശം ആദരിക്കപ്പെടുന്ന വസ്തുക്കളെ അനാദരിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന മുഖ്യ ആയുധമാണത്. ഇനി തെളിവില്ല, ഉറപ്പില്ല, ബോധ്യമില്ല എന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ കാണുന്നതാണ്. മുബത്തദീങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാണത്. അതിനൊന്നും തെളിവില്ല, അതൊന്നും ഉറപ്പില്ല, അതൊന്നും ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനിക്കുന്ന വസ്തുക്കളെ ബഹുമാനിക്കാതെയാക്കുന്ന അവസ്ഥ എന്നത് മുബത്തദീങ്ങളുടെ ആയുധത്തിൽപ്പെട്ട ഒരു ആയുധമാണ്. അത് ഞമ്മക്ക് ഉപയോഗിക്കാൻ കൂടല്ല. അയാൾക്ക് ബോധ്യം വരുന്നില്ല, അയാൾ പോണ്ട, അതുപോലെ എല്ലാവരും പോകണം പൊയ്ക്കോളം എന്ന് പറയാൻ ആർക്കും അധികാരമില്ല. ഇത്ര മതി. അങ്ങനെയാണ് മുസ്ലിം ലോകം ഇന്ന് വരെ പോരുന്നത്. അത്ര മതി. ഇവിടെയായിട്ടല്ല, എവിടെയൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കി. അംബിയാ മുർസലീങ്ങളിൽ ഒരുപാട് അംബിയാ മുർസലീങ്ങളുടെ ഖബർ ഷരീഫുകൾ ലോകത്തിന്റെ ലെവലോർത്തും ഇല്ലേ? എന്നാൽ ഉറപ്പായിട്ട് സ്ഥിരപ്പെട്ടതുള്ളൂ മദീനത്ത് ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ലാത്ത ഒരൊറ്റൊന്നും അടിസ്ഥാനപരമായി ചരിത്രത്തിൽ അനിഷേധ്യമായി തെളിയിക്കപ്പെടാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. യുഖാലു, അത്രയേ ഉള്ളൂ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റേതാണെന്ന് പറയപ്പെടുന്നു. തൊട്ടടുത്ത് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റേതാണെന്ന് പറയപ്പെടുന്നു. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റേതാണെന്ന് പറയപ്പെടുന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റേതാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ ആ പറയപ്പെടൽ മതി ലോക മുസ്ലിങ്ങളെ വലിയ വലിയ കുത്തുബുൽ അഖ്താബുകളായ ഔലിയാക്കന്മാര് വരെ അവിടെ ചെന്നിട്ട് ഈ നബിമാർക്ക് സലാം പറയുന്നു, അവരോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു. എനിക്ക് ഈജിപ്തിൽ വലിയ ഒരു വരൾച്ച, ഈജിപ്തിനെ ആകെ എരിപൊരി കൊള്ളിച്ചൊരു വരൾച്ച. അന്നത്തെ കുത്തുബായിരുന്ന വലിയൊരു മഹാനായ വലിയ മഹാനായൊരു വലിയ ദുആ ചെയ്യാൻ, എന്തിന്? ഈജിപ്തിന്റെ ഈ എരിപൊരി കൊള്ളുന്ന വരൾച്ച നിർമ്മാർജ്ജനം ചെയ്ത് ഈജിപ്തിലെ മുസ്ലിം ജനസാമാന്യത്തിന്, ഈജിപ്തിലെ മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും മഴ വർഷിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഇദ്ദേഹം തുനിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്ത് ഓർഡർ, എങ്ങനെ ഓർഡർ എന്ന് നിങ്ങൾ ചോദിക്കണ്ട, അത് ഔലിയാക്കന്മാർക്ക് അങ്ങനെ കിട്ടും. അദ്ദേഹം പറഞ്ഞു, ഇതിന് കിട്ടിയ ഓർഡർ എന്താണ്? ലാ തദ്ഉ അന്ന അഹദും മിൻകും ലിഇസാലത്തി ഹാദൽ ഖാതിം മിൻ മിസ്ർ ഫഇന്നഹു അസീമത്തുൻ മിൻ അല്ലാഹ്. അല്ലാഹു തആല അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ വരൾച്ച ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരൊറ്റക്കുട്ടി പ്രാർത്ഥിച്ചു പോകരുത്. അദ്ദേഹത്തിന് വലിയ സങ്കടമായി. ഈജിപ്തിൽ രക്ഷയില്ലാത്ത മഹാവരൾച്ചയിലേക്ക് കൂപ്പൂത്താൻ പോവുകയാണ്. ഓർഡർ ഞാൻ അവരാരും ചെയ്യൂല. ഔലിയാക്കന്മാർ എന്ത് ചെയ്യണമെങ്കിലും അവർക്ക് ഓർഡർ വേണം. ബഹുമാനപ്പെട്ട ദിഫായ് ശൈഖ് റളിയല്ലാഹു തആല തങ്ങൾ വലിയ ദീനദയാലുവാ, ഖുതുബുൽ അഖ്താബിങ്ങളിൽപ്പെട്ട മഹാനാണല്ലോ. മഹാനവർഗുടെ ഹദ്റത്തിൽ ഒരു മഹാരോഗി ഒരു കൊല്ലക്കാലം അദ്ദേഹത്തിന്റെ സാധാരണ തന്റെ ശിഷ്യന്മാർക്ക് ക്ലാസ് നടത്തുകയും തർബിയത്ത് ചെയ്യുകയും ചെയ്യുന്ന കാങ്കാഹിന്റെ തൊട്ടുമുറ്റത്ത് വന്ന് ഒരു കൊല്ലം ഇരുന്നു അവിടെ രാപ്പകലില്ലാതെ. എന്തിനെന്നറിയോ? അങ്ങേയറ്റത്തെ ഗുരുതരമായ രോഗം ബാധിച്ച തനിക്ക് എല്ലാ ചികിത്സയും പരാജയപ്പെട്ടു. ഇനി ചികിത്സന്റെ ബാബ് അടഞ്ഞു എന്ന് കണ്ടപ്പോ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളോടൊന്ന് ദ്വാരിപ്പിക്കാൻ, അവര് ദ്വാരനാ തീരാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല, കുത്തുബീങ്ങൾ ദ്വാരനാ തീരാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു കൊല്ലം രാവും പാടിയിരുന്നിട്ട് ദ്വാരം നിർത്തിനാൻ
അതിൽ ശിഷ്യന്മാർക്ക് ഇത് കണ്ടിട്ട് വലിയ പൊറുതിയോട് തോന്നി. എന്നാ വലിയ കഠിന ഹൃദയനാണോ ബഹുമാനപ്പെട്ട ഇമാം? അല്ല, അഹ്മദ് കബീർ റിഫായി വലിയ ദീനതയാലും അവർ പട്ടിക്ക് മുറിവേറ്റ് വയ്യാതെ ഇര തേടാൻ പറ്റാതെ എവിടോ കാട്ടിക്കിടന്നിട്ട് 15 ദിവസം നാടും വീടും വിട്ട് അതിന് പരിചരിച്ച് ചികിത്സിച്ച് രോഗം മാറ്റിയിട്ടാ പോന്ന്. അത്രയും ദീനതയാലുമാണ് ആര്? ബഹുമാനപ്പെട്ട അഹ്മദ് കബീർ റിഫായി റളിയല്ലാഹു അൻഹു. മുറ്റത്ത് ഒരു കൊല്ലം ഒരു മുഅ്മിനായ മനുഷ്യൻ രാവും പോലും ഇല്ലാതെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കെഞ്ചിയിട്ട് മിണ്ടില്ല. അങ്ങനെ തന്റെ മുരീദന്മാരിൽപ്പെട്ട ഒരാള് പൊന്നു തങ്ങളെ ഈ പാവം ഇങ്ങനെ കഷ്ടപ്പെടും ഒന്ന് തീർന്നു കൊടുത്തൂടെ ഇവരുടെ ദേഷ്യപ്പെടുത്ത്. അലഹു ഇറാദത്തുൽ അഹ്മദ് ഇറാദ വല്ലാഹി ലാ യകൂനു ദാലിക. അള്ളാഹ്ക്കൊരു ഉദ്ദേശവും എനിക്കൊരു ഉദ്ദേശവും രണ്ടുണ്ടാവില്ല. എന്നല്ല അള്ളാഹുവിൽ നിന്നിട്ട് ഇദ്ദേഹത്തിന് പ്രാർത്ഥിക്കാനുള്ള ഓർഡർ കിട്ടിയിട്ടില്ല. ഓർഡർ ഇല്ലാതെ ചെയ്യലും അവർക്ക് വലിയവരാണ്. നബിമാർക്ക് വഹി മുഖേനയാണെങ്കിൽ ഔലിയാക്കന്മാർക്ക് ഇൽഹാം മുഖേന കിട്ടും ഓർഡർ. ഇങ്ങനെയാണ് ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. വഹി മുഖേനയല്ല, വഹി അമ്പിയാക്കേ ഉള്ളൂ, ഔലിയാക്കന്മാർക്ക് ഇൽഹാം ഉണ്ടാവും. അങ്ങനെ ഇദ്ദേഹം എന്ത് പറഞ്ഞു? ഈ കുത്തുബ് ദുആ ചെയ്യാൻ പറഞ്ഞ പറ്റൂലെന്ന് പറഞ്ഞില്ലേ? അതിൽ സങ്കടപ്പെട്ട് അവിടുന്ന് പുറപ്പെട്ടു എടുക്കാൻ പോയത് അറിയാം, ഫലസ്തീനിലെ ഹറം ഖലീലിലേക്ക് ഡമസ്കസ് ലക്ഷ്യം വെച്ചുകൊണ്ട് പോവുക. ഈജിപ്തിൽ ഇനി രക്ഷയില്ല, എന്നാ പിന്നെ എവിടേക്കോട്ടെ സിറിയ പോവുക എന്നുള്ള ആൾക്ക് പോകുന്ന വഴിയിൽ ഹറം ഖലീലിലെത്തുമ്പോൾ ഈ മഹാനവർകൾ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന് സലാം പറഞ്ഞു ഉപ്പാപ്പ നിങ്ങളെ സിയാറത്തിന് വന്നതാ, ഞാൻ പോകുന്ന വൈക്കുന്ന്. സിയാറത്തിന് വന്നു വിരുന്ന് സൽക്കരിക്കാന്നറിയാൻ മാന്യന്മാരുടെ പതിവാണ്. മാന്യന്മാരുടെ മാന്യനായ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി അതിഥികളെ സൽക്കരിക്കുക എന്നതാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം. ഒരു അതിഥിയെ കിട്ടിയില്ലെങ്കിൽ അന്ന് അദ്ദേഹം പട്ടിണി കിടക്കുന്ന, ഭക്ഷണം കഴിക്കാതെ ഒരു ദിവസം മുഴുവൻ പട്ടിണി കിടന്നാലും ഒരു വിരുന്നുകാരനെങ്കിലും കൂടെ ഇല്ലാതെ ഭക്ഷണം കഴിക്കൂല. അത്ര വലിയ അതിഥി സൽക്കാരപ്രിയന. ഇയാൾ സിയാറത്തിന് എന്നാൾ എന്താ പറഞ്ഞറിയോ? ഞാൻ തങ്ങളടുത്ത് വിരുന്ന് എന്ന അതിഥിയാണ്. എനിക്കുള്ള വിരുന്ന് സൽക്കാരമായി ഈജിപ്തുകാരുടെ കഹത്ത് നീ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഷഫാത്ത് ചെയ്യണം. ഞങ്ങൾക്കല്ലേ മുടക്ക്, നിങ്ങൾക്ക് ആ മുടക്ക് പറയല്ലോ. ഞങ്ങളോട് ദ്വാരത്തോടാണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനി ദ്വാരക്കാർക്ക് നിർത്തിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്റെ സൽക്കാരം വിരുന്ന് എന്ന നിലക്ക് ഈജിപ്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം എന്നാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഷഫാഅത്ത് ചെയ്തു അന്ന് പെയ്തുമായ ഈജിപ്തില്. ഔലിയാക്കന്മാരോടും ദ്വാരനൂടാന്ന് പറഞ്ഞു, ദ്വാരനൂടാർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് അടച്ച ബാബ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഷഫാഅത്ത്. അപ്പൊ എവിടെയാണ് ആ ഖബറിന് കൃത്യമായിട്ട് പറയാൻ കഴിയോ? ഒന്നും പറയാൻ കഴിയില്ല. ഏകദേശം മതിയടോ, അത്ര മതീന്ന് ഉറപ്പായിട്ട് വലത്തോട്ട് തുപ്പാത്ത ആളുകളുടെ റിവായത്തിലൂടെ സ്ഥിരപ്പെട്ടത് ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യമനില് ആരുണ്ട്? ഹൂദ് നബി അലൈഹിസ്സലാം. ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ മഖ്ബറ ആരാ കണ്ടേ? ഞങ്ങളൊന്ന് പറഞ്ഞാണി. അതിനൊരു സയ്യാ റിവായത്തൊന്ന് കാണിച്ചെന്നാണി. ബുഖാരിയിൽ വേണ്ട, മുസ്ലിമിൽ വേണ്ട, സിയാസിത്തേലെങ്കിലും ഒന്ന് കാണിച്ചെന്നാണി. ഉണ്ടോ? ഇല്ല. ഒരൊറ്റ വലത്തോട്ട് തുപ്പണ ഹദീസുമില്ല, ഇടത്തോട്ട് തുപ്പണ ഹദീസിലുമില്ല, ഒരു ഹദീസിലുമില്ല. അതല്ലേ രസം? ഒറ്റ ഹദീസിലുമില്ല. പക്ഷേ ലോകത്ത് മശ്രിഖ് മഗ്രിബിടയിലുള്ള 10,000 പ്രശസ്ത പണ്ഡിതന്മാർ യമനിൽ കൊല്ലം തോറും ഒരാഴ്ച ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉറൂസ് കൊണ്ടാടുകയും അവിടുത്തെ ഖബർ ഷരീഫ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വലിയ ഖബറിന്റെ രൂപമുണ്ട് അവിടെ. വലിയ ഖബർ. അങ്ങനെയാണല്ലോ. ഏത് ആദ് ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നല്ലോ ബഹുമാനം ഹൂദ് നബി അലൈഹി ഇസ്ലാം. അങ്ങനെയുള്ള ഒരു വലിയ, എന്നാലും ആ പറഞ്ഞൊരു വേറുണ്ട് അല്ലേ? അതിലിപ്പോ എത്രയേ ഉള്ളൂ? വലിയ ആളാരാ? ആദം നബി അലൈഹി ഇസ്ലാമല്ലേ? ആദം നബി ഇസ്ലാം എത്ര മുഴം ഉണ്ടായിരുന്നു? 60 മുഴം. ആദം നബി അലൈഹി ഇസ്ലാം 60 മുഴം ഉണ്ടായിരുന്നു. അതിലും മേലെ വൽപ്പം പിന്നെ ആരും വന്നിട്ടില്ല. പിന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലത്തോട്ട് തുപ്പാത്ത ഹദീസുള്ളത്. തമാശകളുണ്ടോ? ഞാൻ പറയുന്ന കാര്യമാണ്. സഹിയായ ഹദീസുണ്ടാ പറഞ്ഞത് മാല.
അപ്പോ സഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ആദം നബി അലൈഹിസ്സലാമിന് 60 മുഴം, അതിന്റെ കീഴ്പ്പെട്ടുള്ളതൊക്കെ എത്രയുള്ളൂ? 60 കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 60 തന്നെ കൂട്ടിക്കോളി. ഇന്ന് അവിടെയുള്ള 60, 70 ഒക്കെ ഉള്ളൂ. 60, 70 ഒന്നല്ല ഹൂദ് നബി അലൈഹി സ്വലാമിന്റെ ഖബറിന്റെ വലിപ്പം. 60, 70, 80, 100 മുഴമല്ല, 100 മുഴമല്ല. അത്ര വലിയൊരു ഖബർ അവിടെ ഉണ്ട്. അതൊക്കെ ആളെ വലിപ്പാണോ അല്ലാത്തതാണെന്ന് നമ്മൾക്കറിയില്ല. പക്ഷെ യുഖാലു ഇന്നഹു ഖബർ ഹൂദ് അലൈഹിസ്സലാം, ഹൂദ് നബി അലൈഹി സ്വലാമിന്റെ ഖബറാണെന്ന് പറയപ്പെടുന്നു. അത് ഹദീസിലൊന്നുമില്ല. അങ്ങനെ പാരമ്പര്യമായി വിശ്വസിക്കപ്പെടുന്നു. പാരമ്പര്യമായി അങ്ങനെ വിശ്വസിക്കപ്പെടുന്നു. പക്ഷേ ലോകത്തുള്ള ലക്ഷക്കണക്കായ മുഅ്മിനുകൾ, ആയിരക്കണക്കായ ലോകപ്രശസ്ത ഉലമാക്കള് അവിടെ വരികയും ഹൂദ് നബി അലൈഹി സ്വലാമിനെ സിയാറത്ത് ചെയ്യുകയും അവരുടെ പുണ്യം നേടുകയും അവരൊക്കെ അത് ഹൂദ് നബി അലൈഹി സ്വലാമിന്റെ ഖബറാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അതിലവിടെ റിവായത്തുണ്ടോ? പണ്ട് പേര് ചോദിച്ചേക്ക് 2 വേണ്ട, 1 ഉണ്ടോ? സഹീഹ് വേണ്ട, ദഈഫ് ഉണ്ടോ? ഒന്നുമില്ല. പിന്നെന്താ? പാരമ്പര്യമായി അങ്ങനെ വിശ്വസിച്ചു വരുന്നു. ആ വിശ്വാസത്തോടു കൂടി നിങ്ങൾ പോയിട്ട് അവിടെ സിയാറത്ത് ചെയ്താൽ ഹൂദ് നബി അലൈഹി സ്വലാമിനെ സിയാറത്ത് ചെയ്ത് എല്ലാം ഉണ്ടോ കിട്ടോ? ഹൂദ് നബി അവിടെ ഉണ്ടെങ്കിലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല. എന്താ? മുസ്ലിം ഉമ്മത്ത് അങ്ങനെ പാരമ്പര്യമായി വിശ്വസിച്ചു പോന്നത് കൊണ്ട് മായറാഹുൽ മുസ്ലിമൂൻ ഹസനും തന്നെ മുസ്ലിങ്ങൾ പാരമ്പര്യമായി ഒരു കാര്യം നല്ലതായി വിശ്വസിച്ച് അംഗീകരിച്ചു പോരുന്നത് അള്ളാഹും അങ്ങനെ തന്നെയാണ്. അതുപോലെ എവിടെയൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടില് കൊല്ലത്ത് ഒരുപാട് സഹാബാക്കളുടെ ഖബർ ഷരീഫ് ഉണ്ടെന്ന് പറയപ്പെടുന്നു, അല്ലേ? ഒന്നിനെങ്കിലും തെളിവുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ഒന്നിന് തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളി. ഒറ്റ ഒന്നിന് കൊയിലാണ്ടി കൊല്ലത്ത് ഇന്ന സഹാബിയുടെ ഖബറുണ്ട് എന്ന് കൃത്യമായി ഒരു രേഖ, ഹദീസൊന്നും വേണ്ട, ചരിത്രപരമായ ഒരു രേഖ കൃത്യമായി ആർക്ക് കളിക്കാൻ കഴിയും? മഹാന്മാരായ ഔലിയാക്കന്മാർ, മഹത്തുക്കളായ ഔലിയാക്കന്മാർ പറയുന്നു ഇന്നതും 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 സഹാബത്തിന്റെ ഖബർ ഷരീഫുകളാണ്. അത് തന്നെ തെളിവ്, വേറൊന്നുമില്ല. ഔലിയാക്കന്മാരാവുന്ന മഹത്തുക്കൾ, ആദരണീയന്മാർ പറയുന്നു കൊയിലാണ്ടി കൊല്ലത്ത് ധാരാളം സഹാബാ കിറാമുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്, അവരുടെ ഖബറുകളാണ് ഇതൊക്കെ. അവർ ഔലിയാക്കന്മാർ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ, മഹാന്മാർ ആണ്. അവര് വെറുതെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കൂല. അതുകൊണ്ട് അള്ളാഹു ആദരിച്ച മഹാന്മാരായ ഔലിയാക്കന്മാർ പറഞ്ഞ വാക്കല്ലാതെ മറ്റൊരു രേഖയും നമ്മുടെ കയ്യിലില്ല. എന്നാലും കൊയിലാണ്ടി കൊല്ലത്ത് പോയി സഹാബത്തിനെ സിയാറത്ത് ചെയ്യുകയാണെങ്കിൽ സഹാബത്തിന് സിയാറത്ത് ചെയ്ത പുണ്യം ആ ചെയ്ത സിയാറത്തിന് പോയവർക്കൊക്കെ കിട്ടും. അതിന് ചരിത്രരേഖയോ ഹദീസോ ഒന്നും തെളിവ് വേണ്ട. പാരമ്പര്യമായി ആദരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന ഔലിയാക്കന്മാർ അങ്ങനെ പറയുന്നു ആണ് അതിന്റെ തെളിവ്. സമീപകാലത്ത് വരെ പാർപ്പള്ളി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഇന്നും ജീവിച്ചിരിക്കുന്ന മഹാനാണ്, അറിയാമല്ലോ. പറ്റുണ്ടോ? മഞ്ചേരി അടുത്താണ് പൊന്നുചങ്ങന്മാരൊന്നും കണ്ടുകൊള്ളി മരിക്കാൻ വയസ്സായിന്. കണ്ടാ നല്ലതാ. വലിയ മഹാനാണ്, വലിയ മഹാനാണ്, ആലിമാണ്, സൂഫി വര്യനാണ്, എല്ലാവരാലും ആദരിക്കപ്പെടുന്ന. മൂപ്പർക്കൊരു കക്ഷിയും ഗ്രൂപ്പും ഒരു തേങ്ങന്റെ മൂടുമില്ല. ഇബാദത്തും സിയാറത്തും ഒക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു നല്ല മനുഷ്യനാണ്, ഒരു സാധാരണ ആലിമുമാണ്. ഇദ്ദേഹം ദീർഘകാലം അവിടെയായിരുന്നു, പാർപ്പള്ളിയിൽ. അങ്ങനെ അദ്ദേഹം അവിടെ ചെന്ന് താമസമാക്കിയതിന് ശേഷം ഒരുപാട് ഖബറുകളെ സംബന്ധിച്ച് ഇന്ന സഹാബിയുടെ ഖബറാണ്, ഇതിന്ന സഹാബിയുടെ ഖബറാണ്, ഇന്ന സഹാബിയുടെ ഖബറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പിന്നെ ഖബറായിട്ട് എന്താക്കി? മുമ്പ് ഇങ്ങനെ സാധാരണ കുറെ മീസാൻ കല്ലും ഖബറും കാണുന്നല്ലാതെ അതൊക്കെ പ്രത്യേകമായി അടയാളപ്പെടുത്തി രൂപപ്പെടുത്തി ഇന്ന് ചെല്ലുന്നവർക്കൊക്കെ വ്യക്തമായി ഇന്ന സഹാബാക്കളുടേതാണെന്ന് പറയാം. എന്താ തെളിവ്? അബ്രാഹിം മുല്ലർ പറഞ്ഞല്ലാതെ അബ്രാഹിം മുല്ലർ പറഞ്ഞാൽ മതി, അതിനുള്ള ആളാണ്. അവിടെ ഒച്ചപ്പാടുണ്ടാക്കിയില്ല മാറ്റര്. അങ്ങനെ അബ്രാഹിം മുല്ലർ അവിടെ നാട്ടിൽ കച്ചറയും കുൽമാലും ഒക്കെ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് പറഞ്ഞേക്കാം. ഇപ്പൊ സ്വന്തം വീട്ടിന്റെ മുറ്റത്ത് തന്നെ ഒരു പള്ളിയും
അതുപോലെ തന്നെ ഒരു ചെറിയ കോളേജൊക്കെ ആയിട്ട് അതിലൊരു മൂപ്പര ദർശനത്തിലൊന്നുമില്ല. ഇപ്പൊ ഇങ്ങനെ ഭാഗത്തുമായിട്ട് കൂടുതലാ. മൂപ്പര പേരിൽ മൂപ്പരെ കാണാനോ മറ്റോ ഒക്കെ വരുന്ന ഓരോരുത്തർ കൊടുക്കുന്ന അതിയോണ്ടും മറ്റുകൊണ്ടും ആ പള്ളിയും അതുപോലെ തന്നെ ഈ ദിവസവും നടന്നു പോകുന്നു. മക്കളൊക്കെ അലിമീങ്ങളാ. ഇങ്ങനെയുള്ള മഹാന്മാര്, ഔലിയാക്കന്മാര്, അവര് പറഞ്ഞാൽ അത് ഉത്തമ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കാര്യങ്ങൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യൽ സുന്നികളുടെ പണ്ടേയുള്ള പതിവാ. അല്ലെങ്കിൽ നിങ്ങൾ പോയി നോക്കണ്ടേ പഴയ മക്ബറുകളൊക്കെ, ഏത് ഔലിയാക്കന്മാരുടെ പഴയ മക്ബറുകൾ പരിശോധിച്ചാലും അതിനൊക്കെ എന്താ ചരിത്രരേഖ എന്ന് വെച്ചാൽ എന്താ ചരിത്രരേഖ? കണ്ണൂർ ജില്ലയിലൊക്കെ പോയ അധിക പള്ളിക്കലും ഉണ്ടാവും. എന്താ പേര് അറിയോ? ഷെയ്ഖ് വലിയുല്ലാഹി തങ്ങൾ തന്നെ, വേറൊന്നുമില്ല. ഷെയ്ഖ് വലിയുല്ലാഹി തങ്ങൾ. ഏതാണ് ഈ തങ്ങള്? ആർക്കും അറിയില്ല. എന്താ അദ്ദേഹത്തിന്റെ പേര്? ആർക്കും അറിയില്ല. ഏത് കൊല്ലത്തിലാണ് വഫാത്തായത്? അതും അറിയില്ല. ഇദ്ദേഹത്തിന്റെ ചരിത്രം എന്താണ്? അതും അറിയില്ല. പക്ഷേ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരു മഹാനാണ് എന്ന് അവിടെയുള്ള മുൻഗാമികൾ വിശ്വസിച്ചു പോകുന്നു. ആ വിശ്വസിച്ചു പോകുന്നതിനെ വിശ്വസിച്ച് ഇന്നും ജാറങ്ങായി സിയാർത്ത് ചെയ്ത് ഉറൂസ് കഴിച്ച് അവിടെ പോയി ദുആരുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. ചെയ്തോളിയുമാണെങ്കിൽ താല്പര്യമില്ലാത്തവര് പോകണ്ട. നമ്മളൊക്കെ പോയാൽ ഈ ഷെയ്ഖ് വലിയുല്ലാഹി എന്ന് മാത്രം പറയുന്നോർത്ത് നമുക്കൊരു പൊറുതിയാണ് വേണ്ട. അതേസമയത്ത് അവരോട് ചോദിച്ചു നോക്കി, പണ്ട് കാലത്തെ പാപ്പമാര് കാലത്തെ കാര്യമായ ഒരു വലിയ ഉണ്ടായിരുന്നു. അദ്ദേഹം വഫാത്തായതിനു ശേഷം മറമാടിയ മഹാനവറുടെ ഖബറാണ്. അതുകൊണ്ട് അവരങ്ങനെ വിശ്വസിച്ചു പോരുന്നു. ഈ വിശ്വസിക്കുന്ന മുൻഗാമികളിൽ നിന്ന് കേട്ടറിവ് മാത്രമാണ്. അതുകൊണ്ട് അവിടെ നിന്ന് സിയാർത്ത് ചെയ്യാൻ പാടില്ല എന്ന് ലോകത്തൊരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. ഇതാണ് തഅലീമിന്റെ വിഷയം. ഞാൻ എവിടെ എത്തി? ചുരുക്കത്തിൽ നമ്മള് രണ്ട് വലിയ വിഷയത്തിലുള്ളൂ. മൂന്നാമത്തെ തെറ്റാണ്. ഒന്ന്, ഈ പറയുന്ന സാദാത്തീങ്ങളുടെ വാക്ക്, അതുപോലെ തന്നെ അൻസാരികളുടെ വാക്ക് മാത്രം തെളിവായി സ്വീകരിച്ച് മനസ്സിൽ വിശ്വാസവും അംഗീകാരവും തോന്നുന്നവർക്ക് അത് കാണലും അതിനെ ബഹുമാനിക്കലും അതിട്ട് വെള്ളം കുടിക്കലും ഒക്കെ പുണ്യമുള്ള കാര്യമാണ്. അവരുദ്ദേശിച്ച ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല പൂർത്തിയാക്കും. ഒരാൾക്ക് അതിൽ ബഹുമാനം തോന്നുന്നില്ല, വിശ്വാസം വരുന്നില്ല, അംഗീകരിക്കാൻ സാധിക്കുന്നില്ല, അയാളാരും കുറ്റം പറയണ്ട, അയാളതിന് പോകണ്ട, അയാളതിട്ട് വെള്ളം കുടിക്കണ്ട, അയാളതിനെ ആദരിക്കാനും പോകണ്ട. പക്ഷേ തിരുനബി തങ്ങളുടെ പറയപ്പെട്ടു പോയില്ലേ, അതിനെ അവഹേളിക്കാനോ പരിഹസിക്കാനോ കുറ്റം പറയാനോ മുഅ്മിനായ ഒരാൾക്കും അധികാരമില്ല. അത് നേരത്തെ പറഞ്ഞ ജാതി ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടോളന്നില്ല. ഈ ഇങ്ങനെയുള്ള രണ്ട് പാരമ്പര്യങ്ങളും മുസ്ലിം ഉമ്മത്തിന് ബഹുമാനവും അംഗീകാരവുമുള്ളതാണ്. ആ പാരമ്പര്യം ഉള്ളതുകൊണ്ട് അംഗീകരിക്കാം, അംഗീകാരം തോന്നാത്തവർക്ക് പോകാതിരിക്കാം. പക്ഷേ സുഡാനി പെണ്ണിന്റെ മുടിയാണെന്നോ എ.പി. അബൂബക്കറില്ലാരെ പെണ്ണുങ്ങളെ മുടിയാണെന്നോ ഒക്കെ പറഞ്ഞു. ഇപ്പൊ ഇന്ന് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ബാർബർ ഷോപ്പിൽ നിന്നിട്ട് കൊണ്ടുവന്ന മുടിയാണ് എന്നതാണ്. ഈ പറഞ്ഞതൊന്നും പറയാൻ മോമിനിങ്ങൾക്ക് കോലില്ല. ബഹുമാനം തോന്നുന്നില്ല, അംഗീകാരം തോന്നുന്നില്ല, പോണ്ട, ബഹുമാനിക്കണ്ട, സ്നേഹിക്കണ്ട, അവിടെ വെള്ളം കുടിക്കാനും പോണ്ട, ഖലാസ്. പക്ഷേ ഇങ്ങനെയുള്ള പാരമ്പര്യത്തിൽ വന്ന് വിശ്വസ്തരെന്ന് പറയപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് ലഭിച്ചതായതുകൊണ്ട് അതിനെ പരിഹസിക്കാനോ കുറ്റം പറയാനോ കളിയാക്കാനോ പാടില്ല. അത് നമ്മളെ ഈമാനിനെ ബാധിക്കും. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അപ്പോ വിശ്വാസമുള്ളവർ പോയാൽ മതി. അവർക്ക് അതിന്റെ എല്ലാ ഗുണവും കിട്ടും, ബർക്കത്ത് കിട്ടും, ആദരവുണ്ടാവും, ഒക്കെ ഉണ്ടാവും. വിശ്വാസമില്ലാത്തവര് പോകണ്ട, വെള്ളം കുടിക്കാൻ വേണ്ട, അംഗീകരിക്കണ്ട. പക്ഷേ കളിയാക്കാൻ, അവഹേളിക്കാൻ, പരിഹസിക്കാൻ, കുറ്റം പറയാൻ മുഅ്മിനീങ്ങൾക്ക് പാടില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകളെ പൂർവികരായ മുൻഗാമികൾ സമീപിച്ച രീതി, ഉലമാക്കളും മുൻഗാമികളും സമീപിച്ച രീതി ഈ പറഞ്ഞ പരീക്ഷണത്തിന്റെ രീതി അല്ല. അള്ളാഹുവിനെയും റസൂലിനെയും പരീക്ഷിക്കുക എന്നത് ഇബ്ലീസിന്റെ തരീഖാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചത്.
ഈസാ നബി അലൈഹി സ്വലാം സിയാഹത്തിന്റെ സമയത്ത് വലിയൊരു മലയുടെ മുകളിൽ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇബ്ലീസ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അല്ല മസീഹ് തങ്ങളെ, എല്ലാം അള്ളാഹുവിന്റെ ഖളാഉം ഖദറും അനുസരിച്ച് മാത്രമേ വരൂ. അങ്ങനെയല്ല, അങ്ങനെ വരൂ. അള്ളാഹു ഖളാ ആക്കാത്ത ഖദറാക്കാത്ത ഒരു കാര്യവും നടക്കൂലല്ലോ. ഇല്ല, നടക്കൂല. ഞങ്ങളൊരു കാര്യം ചെയ്യും, ഈ മലന്റെ മുകളിൽ കീപ്പട്ടാണ് ചാടി അള്ളങ്ങൾ മരിക്കാനും പരിക്കേൽക്കാനും ഖളാക്കിയെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പറ്റും. ചാടിയാലും പറ്റും, ചാടിയില്ലാനും പറ്റും. ഇല്ല, അള്ളങ്ങൾക്കൊന്നും പറ്റാൻ ഖളാക്കിയിട്ടില്ല, ഒട്ടിക്കോളി. നിങ്ങൾ ഇവിടുന്നാണ് ചാടിയാൽ നിങ്ങൾക്ക് ഒരു വസ്തും പറ്റൂല. നിങ്ങളൊന്ന് ചാടിയാണിയാൽ ഒരു പരീക്ഷണമാണിത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖളാ ഖദറനുസരിച്ച് എന്തും നടക്കൂ എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. എന്നാൽ അതൊരു സംഭവം തന്നെയാണല്ലോ അത്. എന്നാ അതൊന്ന് പരീക്ഷിക്കുക. ചാടിയാണിയാണ്. എന്താ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞത്? ഈസാ നബിക്ക് ഈമാനില്ലേ? 100% ഈമാനില്ലേ? അള്ളാന്റെ ഖളാ ഇല്ലാത്ത നടക്കൂല. ഖളാ ഉണ്ടായത് എന്താണ് നടക്കുന്നു ഈമാനില്ലേ? ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അർ-റബ്ബു ലാ യുഖ്തബറു, അള്ളാഹിനെ പരീക്ഷിക്കാൻ പറ്റൂല. ആരും പറഞ്ഞോളൂ. അർ-റബ്ബു ലാ യുഖ്തബറു, അള്ളാഹുവിനെ, അത് അള്ളാഹിന്റെ അധികാരപരിധിയായി നമ്മൾ പരീക്ഷിക്കാൻ പറ്റൂല. ഈ പറഞ്ഞ പ്രത്യേകത ഉണ്ട് എന്നത് അള്ളാഹുന്റെ ഹബീബിന് കൊടുത്ത പ്രത്യേകതയാണ്. അത് നമുക്ക് ബോധ്യമുണ്ട്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് ബോധ്യമുള്ള ഒരു സംഗതി പരീക്ഷിക്കാൻ പാടില്ല. അർ-റബ്ബു ലാ യുഖ്തബറു, എന്നാലും സ്വീകരിക്കൂലായിരുന്നു പറഞ്ഞു. കഴിഞ്ഞു. ആദ്യം പറഞ്ഞു അല്ല, അങ്ങനെയല്ല, സഹീഹായ റിപ്പോർട്ട് സനദ് ഉണ്ടെങ്കിൽ സ്വീകാര്യമാണ് എന്ന് പറഞ്ഞ അവര് തന്നെ നിങ്ങൾ എന്ത് സനദ് കൊണ്ടുവന്നാലും ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ പരീക്ഷിച്ച് കാണിച്ചു തരണം. അതിനെന്താ നിങ്ങൾക്ക് പേടി? പരീക്ഷിച്ച് കാണിച്ചു തരണം. എന്ത് സനദ് നിങ്ങൾ കൊണ്ടുവന്നാലും ഞങ്ങൾ സ്വീകരിക്കൂല. ഇല്ലെങ്കിൽ എന്റെ ക്ലിപ്പ് ഇവിടെ ഉണ്ട്. നമ്മൾ ക്ലിപ്പിട്ട് പ്രസംഗിക്കുന്ന ആളുകളല്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. എന്ത് സനദങ്ങൾ കൊണ്ടുവന്നാലും ഞങ്ങൾ സ്വീകരിക്കൂല. പരീക്ഷിച്ച് കാണിച്ചു തരണം. അത് ഓരോ ദിവസം ഓരോന്ന് പറയാണ്. അപ്പൊ അതാണ് ഒരു ദിവസം പറഞ്ഞ് അത് എന്തായാലും കത്തൂല. കാരണം എന്താണ്? മൂപ്പര് പറഞ്ഞിട്ടുണ്ട്, മറ്റേ ആള് ഈ കൊടുത്ത ആളുടെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഇത് മനുഷ്യന്റെ മുടി തന്നെയല്ല, ലഭിതങ്ങളുടെ മുടിയല്ല എന്ന് മാത്രമല്ല, മനുഷ്യന്റെ മുടി തന്നെയല്ല, മറിച്ച് സിന്തറ്റിക്, അതന്നെ സാധാരണയല്ല, ഏറ്റവും മുന്തിയ ആലിൻ ജവതയായിരിക്കുന്ന സിന്തറ്റിക് കൊണ്ട് നിർമ്മിക്കപ്പെട്ട പ്രത്യേക മുടിയാണ്. അത് തീയിലിട്ടാൽ കരിയില്ല എന്ന്, അതുകൊണ്ട് കത്തിച്ച് കാണിച്ചു കൊടുത്താലും സ്വീകാര്യം അല്ല. ഉണ്ട് എന്ന് പറയുന്നു. അപ്പോ എന്നാ ഇമൽ ഉറച്ചിക്കണ്ട അയാള്, നമുക്ക് വിരോധമല്ല, ആയിക്കോട്ടെ, ഇമൽ ഉറച്ചിക്ക്. ഇന്നെന്താ പറഞ്ഞ്? ഇന്നലെ എന്താ പറഞ്ഞ്? ഏതോ ബാർബർ ഷാപ്പിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന മുടിയാണ്. ബാർബർ ഷാപ്പിൽ സാധാരണ സിന്തറ്റിക് മുടി ബാർബർ ഷാപ്പിൽ ഒഴിവാക്കുവോ? സിന്തറ്റിക്കിന്റെ മുടി ഉണ്ടെന്ന് നമ്മൾ പറയാൻ പറഞ്ഞു. മറ്റോലുണ്ടല്ലോ, ആര് ഗൾഫ് കയറ്റിയാല് ഓരോരുത്ത സാധനമുണ്ട്, അത് ഓര് പോയിട്ട് ബാർബർ ഷോപ്പ് പോയിട്ട് വെട്ടിക്കോ. ബാർബർ ഷോപ്പിൽ പോകണമെങ്കിൽ ഇത് പഠിച്ചു കളയാ, വെട്ടിയോ വേണ്ടേ? ഇത് വലുതാവില്ലല്ലോ, ഉള്ള വലുപ്പത്തിലല്ലേ. പിന്നെ കളയാൻ പോകുമ്പോല് സിന്തറ്റിക് വെച്ചാല് ബാർബർ ഷോപ്പ് കിട്ടൂലല്ലോ. അപ്പൊ തലേന്ന് പറയുന്നു സിന്തറ്റിക് നിർമ്മിതമാണ്, പിറ്റേന്ന് പറയുന്നു എന്ത് ബാർബർ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നാണ്, ബാർബർ ഷോപ്പിൽ നിന്നിട്ട് കൊണ്ടുവന്നതാണ്. നേരത്തെ പറഞ്ഞ് ഏപ്പിന്റെ പെണ്ണുങ്ങളെ മുടിയാണ്. ഏപ്പിന്റെ പെണ്ണുങ്ങളെ മുടിയാണ്. ഏപ്പിന്റെ പെണ്ണുങ്ങളെ മുടിയാണെങ്കിൽ ഒക്കെ നരച്ചിട്ടുണ്ടാവൂലേ? അല്ലല്ല, അതൊന്നും നമ്മൾ പറയണ്ട. നമ്മളതൊന്നും പറയണ്ട. നാട്ടിലൊക്കെ വളർത്താൻ എന്താ, ഏതോ മറ്റേ സുഡാനി പെണ്ണിന്റെ മുടിയാണ്, അത്ര വലിപ്പമുള്ള സുഡാനി പെണ്ണുങ്ങളുടെ മുടി ഇങ്ങനെ ചുരുണ്ടിട്ടില്ല. അത് സാധുക്കൾക്ക് അറിയോ? ആരായിക്കോട്ടെ, പൊന്നു ചങ്ങായിമാരെ, നമ്മളിവിടെ ഈ നാട്ടിലാണല്ലോ ജീവിക്കുന്നത്. സുഡാനി പെണ്ണുങ്ങൾ, വലിയ പെണ്ണുങ്ങളെ നമ്മൾ കാണുന്നെങ്കിലും പെൺകുട്ടികളെ കണ്ടിട്ട് ഞങ്ങള് അതിങ്ങനെ സ്പ്രിങ്ങോലെ ഇങ്ങനെയല്ലേ ഇല്ലേ? ഞങ്ങളൊക്കെ മദ്രസയിൽ വരുന്നുണ്ട് കുട്ടികള്. അല്ലാണ്ടാവില്ല, എന്നാ തന്നെ ഇങ്ങനെ ചുരുണ്ടിട്ടാണ്ടാക. അതെങ്ങനെ 1.5 മീറ്റർ കിട്ടുമോ? ഏതെങ്കിലും ദുന്യാവിലുള്ള മുഴുവൻ സുഡാനി പെൺകുട്ടികളോട് മുറിച്ചുണ്ടാക്കിയാൽ ഇതിങ്ങനെ ചുരുണ്ടി കമ്പി ചുരുണ്ടാക്കി ചുരുണ്ടിട്ടാണ്ടാകുക.
പിന്നെ 1.5 മീറ്റർ കണ്ടിട്ട് കിട്ടുക. ഇങ്ങനെയൊക്കെ അതൊന്നും ശരിയല്ല. ഇസ്ലാമിന്റെ വഴിയും അതല്ല. ഇസ്ലാമിന്റെ വഴി രണ്ടെണ്ണം. ഒന്ന്, ബഹുമാനിക്കപ്പെടുന്ന വിശ്വാസയോഗ്യരായ ആദരിക്കപ്പെടുന്ന ആളുകളുടെ വാക്ക് സ്വീകരിക്കുക, മുസ്ലിം ഉമ്മത്തിന്റെ നടപടി അംഗീകരിക്കുക. അന്വേഷണമാണെങ്കിൽ അയാൾ ഇപ്പോഴുണ്ടല്ലോ ജീവിച്ചിരിക്കുന്നത്. ഈ കൊടുത്ത ആളടുത്തേക്ക് പറഞ്ഞേക്ക് 2 കക്ഷിയും നിഷ്പക്ഷമതികളായ 2 or 4 മധ്യസ്ഥന്മാരെയും കൂട്ടി പോയിട്ട് ഇയാളെ വാക്ക് മാത്രം സ്വീകരിക്കണ്ട, ഇയാളെ കുടുംബങ്ങളും ഇയാളുടെ ഇതുമായി ബന്ധപ്പെട്ട രേഖകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അത് ഒന്ന് നിഷ്പക്ഷമായി പരിശോധിക്കാമല്ലോ. അതിനിപ്പോ ഒരു ബുദ്ധിമുട്ടില്ല. ഈ ഒരു യോഗം നടത്തണ പൈസ ഉണ്ടായി പറഞ്ഞ 10 ആൾക്ക് പോകാം. ഒറ്റൊരു യോഗം നടത്തണേ അല്ലേ? അതിനകത്തുള്ള ചെലവേ വരുള്ളൂ. അത് പോരാ, ഒരാളുണ്ടായ പോരാ. ഈ 2 കക്ഷികളിൽപ്പെട്ടും പ്രതിനിധികൾ പോകണം. എന്നിട്ട് നിഷ്പക്ഷമതികളായ മധ്യസ്ഥന്മാരും വേണം. എന്നിട്ട് അവർ മുഖേന പഠിക്കുക. വേണമെങ്കിൽ എന്ത് പഠിക്കുക? ഇയാൾ പറഞ്ഞത്, ഈ അഹമ്മദ് പറഞ്ഞത് ശരി തന്നെയോ? ഇങ്ങനെ തിരുശേഷിപ്പ് അവരുടെ കുടുംബത്തിൽ പാരമ്പര്യമായുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ രേഖ എവിടെയാണ്? ഇയാൾക്ക് ഇതിന് അവകാശമുണ്ടോ, അധികാരമുണ്ടോ? അത് കഴിഞ്ഞാൽ തീർന്ന് പ്രശ്നം തീർന്ന്. പക്ഷെ അത് ഞാൻ പറയാൻ തുടക്കത്തിൽ പറഞ്ഞത്, പണ്ട് അബ്ദുള്ള കുലൈബി നേരിട്ട് കോഴിക്കോട് വന്ന് അയാൾക്കന്ന് വരാൻ പറ്റുന്ന ആരോഗ്യസ്ഥിതി അല്ല. ഒരു കാല് ഓപ്പറേഷൻ ചെയ്ത് മുറിച്ചു കളഞ്ഞ ആ അവസ്ഥയിലുള്ള ആ മനുഷ്യൻ എന്റെ കാരണത്താൽ മുസ്ലിം ഉമ്മത്ത്, പ്രത്യേകിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നാട്ടിൽ ഭിന്നിക്കരുത് എന്ന് പറഞ്ഞിട്ട് അയാൾ അതിനായിട്ട് കോഴിക്കോട് വന്ന് പത്രസമ്മേളനം വിളിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? പ്രശ്നം തീർന്നോ? തന്നെ പറയുന്നു. ഇയാള് വരും തന്നെയല്ല. ഇയാള് വരാൻ തയ്യാറാ. എങ്ങനെ? പള്ളി തറക്കല്ലിടലിന് അയാൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പള്ളി ഉണ്ടല്ലോ, പള്ളി തറക്കല്ലിടലിന് അയാൾ തന്നെ വരും. അയാൾ വന്നിട്ട് കാര്യമില്ല ഞാൻ പറയുന്നത്. അയാളല്ല വരേണ്ടത്. പോയിട്ട് അയാളുടെ കുടുംബം തന്നെ കുറെ ഉണ്ടാവുമല്ലോ. ഈ കുടുംബത്തിന്റെ രേഖകളും നമ്മളെ പോലെയല്ല. നമ്മളെ നാട്ടിൽ നമുക്ക് കുടുംബത്തിന് എന്തോ അലക്കവല രേഖയാണ്. ഇവർക്കതല്ല. ഇവർ അൻസാരികളാണെങ്കിൽ സഹാബികൾ തൊട്ട് ഇതുവരെയുള്ള കൃത്യമായ രേഖകൾ എഴുതി സൂക്ഷിക്കുന്നവരവരൊക്കെ. അത് അറബികളുടെ പ്രത്യേകത. ലോകത്ത് വേറൊരു കൂട്ടർക്കില്ലേ? അങ്ങനെയുള്ള ആ കുടുംബ പാരമ്പര്യത്തിൽ സൂക്ഷിപ്പുള്ള തിരുശേഷിപ്പുകളെ പറ്റി രേഖ ഉണ്ടാവും. ഈ രേഖ നിഷ്പക്ഷമതികളെ കൊണ്ട് പരിശോധിച്ച് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നം തീർക്കലാണ് ഉദ്ദേശമെങ്കിൽ ഏറ്റവും നല്ല മാർഗം അതാണ്. പക്ഷേ നന്മ ഉദ്ദേശിക്കുന്നവർക്കല്ലേ ഒക്കെ പൊടി. ആളൊക്കെ ആരെന്നും നമ്മൾ പറയണ്ട. ആളുകൾ ആരോ എന്തോ. ഞാൻ പാരെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഒരാളെ പറ്റി ഞാൻ പറയണില്ല. അവരൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളാണ്, ആലിമീങ്ങളാണ്. ഓര് പറഞ്ഞാലും ഒരു വൃത്തത്തിൽ നിന്ന് പറയാ. അതിനുള്ളതൊക്കെ അങ്ങനെ ഉണ്ടാവും. ഏത് ബൈച്ചാര് തല്ലാൻ പോകുമ്പോ മർമ്മം നോക്കിയിട്ട് തല്ലുള്ളൂ. അപ്പോ അതിന് വേണ്ട മറുകൈ കളരിയടിച്ചവര് തമ്മിൽ തല്ലുകയാണെങ്കിലേ ഒരുത്തന്റെ ചവിട്ടിന് മറ്റേ ചവിട്ടും, ഒരുത്തന്റെ ഒഴിച്ചിന് മറ്റവന്റെ മറിച്ചിലും ഒക്കെ നേരത്തെ രണ്ടാക്കും അറിയാം. പിന്നെ ഈ കൈക്കടുപ്പം കൊണ്ടും അള്ളാന്റെ കള കൊണ്ടും ഓരോന്ന് കുടുങ്ങുക. ഇല്ലെങ്കിൽ വരാൻ പാടില്ല. നിയമം അങ്ങനെയാണ് അതിന്റെ നിയമവും. അന്നേക്ക് ഇവര് അതിനൊക്കെ എന്തുണ്ട്, മറുമർമ്മം കണ്ടിട്ട് ആണ് ഒരു കാലിയൊക്കെ. പക്ഷെ ഇതൊന്നറിയാതെ എന്നെ പോലത്തെ പൊട്ടന്മാര് പോയിട്ട് എന്താക്കാണ്, പൊട്ടക്കുച്ചി ചാടും. അങ്ങനെ സാധാരണക്കാര് ഈമാൻ നഷ്ടപ്പെടും. ഇവരതിന് കാരണക്കാരായി നിങ്ങൾക്ക് ഒരു ഉത്തരവാദിയോ? അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. നമ്മക്ക് നല്ലത് ഞാൻ അവസാനം പറഞ്ഞ 2 മാർഗം. നമുക്കത് വിശ്വാസം ബോധ്യമുണ്ടെങ്കിൽ പോയി കാണാ, വെള്ളം കുടിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക. അതിന്റെ കൂടെ നമുക്ക് കിട്ടും. നമുക്ക് ബോധ്യം വരുന്നില്ലെങ്കിൽ നമ്മളാണ്ട് പോവും വേണ്ട, കാണും വേണ്ട, അതിന്റെ വെള്ളം കുടിക്കും വേണ്ട. പക്ഷെ മൂന്നാം കക്ഷി പെടാൻ പാടില്ല. ഏതാ? കളിയാക്കുക, ആക്ഷേപിക്കുക, പരിഹസിക്കുക, അതിലെന്തായാലും പെടാൻ പാടില്ല. കൂടി പേടിണ്ട്. അതിലിപ്പോ ആർക്കാവുള്ളൂ എന്ന് വെച്ചാല് ചേകനൂരിന്റെ അതേ മദ്ഹബ് സ്വീകരിച്ച അബ്ദുള്ള
അയാളെ പോലത്തെ അയാളിപ്പോ സുന്നി അയാൾ മുജാഹിദ് ജമാഅത്തിനൊന്നും പറയാൻ പാടില്ല. മുജാഹിദീന്റെ കൂട്ടത്തിലുള്ള അയാള്, ജമാഅത്തിന്റെ കൂട്ടത്തിലുള്ള അയാള് ചേകനൂരിന്റെ കൂട്ടത്തിലുള്ളത്. ചേകനൂര് പറ്റ ഇസ്ലാമിന് പുറത്തുപോയ ആളാണെന്നുള്ള കാര്യത്തിൽ മുസ്ലിം ഉമ്മത്തിൽ ആർക്കും തർക്കമില്ലാത്തതാണ്. ആ കൂട്ടത്തിലാണ് ഇയാളുള്ളത്. അയാളതുപോലെ പലതും പറയുന്നുണ്ട്. ഖുർആനിൽ തന്നെ പറഞ്ഞാലും ഹദീസിൽ തന്നെ പറഞ്ഞാലും അതൊക്കെ ചാടിക്കടന്നു പോകുമെന്ന് പറഞ്ഞാൽ അത് മറ്റൊരാരും പറയുന്നില്ല. ഓൽക്കൊക്കെ ആകെയുള്ളത് സംഗതിയൊക്കെ അങ്ങനെയുള്ളതന്നെ. വിധങ്ങളുടെ ആണെങ്കിലും ബഹുമാനം ആദരവും ഒക്കെ ഉണ്ട് എന്നുള്ളതും ശരി തന്നെ. പക്ഷെ ഇപ്പൊ ഇവിടെ ലോകത്തത് അല്ലെങ്കിൽ ഇതിപ്പോ അതാണോ ഇങ്ങനെയൊക്കെ ഓല് പറയുന്നു. ഇതിപ്പോ അതല്ലേ, ഇത് വിരോധം കൊണ്ട് മൂത്ത് വന്നിട്ട് ഇപ്പൊ എവിടെ വരെ എത്തുക? ആയിരങ്ങൾ പങ്കെടുത്ത സഭയിൽ വെച്ച് സ്റ്റേജിൽ പരസ്യമായിട്ട് പ്രസംഗിക്കാണ് ഏപ്പിന്റെ പെണ്ണുങ്ങളെ മുടിയാണ് എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക്. എന്നാ സ്വകാര്യമായിട്ട് കുറച്ച് വിവരമുള്ളവരോട് ചോദിച്ചാൽ നമ്മക്ക് അതിനെ പറ്റിയിട്ട് ഒന്നും പറയാൻ കഴിയൂല, നമ്മളേക്ക് ഗുണത്തിനും ഇല്ല ദോഷത്തിനും ഇല്ല, കാരണം നമ്മക്ക് അതിനെ പറ്റിയിട്ടൊരു വിവരമില്ല എന്ന് പറഞ്ഞ് കുറച്ചൊരു പഠിച്ചവനെ പേടി നെഹ്റുള്ളവരെല്ലാവരും ഒഴിഞ്ഞു മാറാം. അപ്പൊ നമ്മൾ മാർഗം ഈ രണ്ട് വഴിയേ ഉള്ളൂ. മൂന്നാമത്തെ വഴി നമ്മളെ അപകടപ്പെടുത്തും, നമ്മളെ ഈമാനെ കേടുവരുത്തും. ഒന്നിക്കൽ വിശ്വാസം ബോധ്യം തോന്നുന്നുണ്ടെങ്കിൽ പോകാം, ബഹുമാനിക്കാം, അതിന്റെ കാര്യങ്ങൾ വർക്കത്തും അതൊക്കെ കിട്ടും. അത് തോന്നുന്നില്ലെങ്കിൽ മാറി നിൽക്കുക എന്നല്ലാതെ അവഹേളിക്കാനോ അപഹസിക്കാനോ പരിഹസിക്കാനോ കളിയാക്കാനോ പാടില്ല. അത് നമ്മളെ ദീനിനെ ബാധിക്കും. പള്ളിയല്ല അതിന്റെ അപ്പുറം എടുക്കാം. നിങ്ങൾക്ക് അതിന്റെ മേലെ എന്തെങ്കിലും എടുക്കാനുണ്ടോ? അങ്ങനെ ചെയ്യാന് പടച്ചോനെ ومن يعظم شعائر الله فإنها من تقوى القلوب. അത് തീരെ തുപ്പാത്ത അള്ളാഹുവിന്റെ കലാമാണ്. ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും തീരുമാനിക്കണ്ട. ومن يعظم شعائر الله, അള്ളാഹു ആദരിച്ച ദീനിന്റെ ചിഹ്നങ്ങളെ ആരെങ്കിലും തഅ്ളീം ചെയ്യുന്നുണ്ടെങ്കിൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാനുള്ളതിന്റെ അടയാളമാകുന്നു. അത് എത്രങ്ങളോട് കഴിയും അത്ര. ഉദാഹരണം, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോരുമ്പം അതിയാർക്കാൻ വേണ്ടിയിട്ട് ഒട്ടകത്തിനെ കൊണ്ടുവരും. ഈ ഒട്ടകത്തിന്റെ മുകളിൽ പുതക്കാൻ അന്ന് കിട്ടുന്ന ഏറ്റവും വില കൂടിയ പട്ടുവസ്ത്രം വാങ്ങി അതുകൊണ്ട് പുതക്കും. ഏറ്റവും വില കൂടിയ ചെരുപ്പ് വാങ്ങി ആ ചെരുപ്പ് കൊണ്ടിട്ട് മാലിടും. എന്നിട്ട് അതിന് അദ്ദേഹം പറഞ്ഞത് വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. കഅബ ശരീഫിനെ കൊണ്ട് അർക്കാനുള്ള അഭിയമൃഗമായതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ഷായറ, അതിന് ഒരാൾ അയാളുടെ കഴിവിനനുസരിച്ച് തഅ്ലീമാക്കാണ് ഈമാൻ അടയാളാണ്. ഇനി മാതൃക വേണമെങ്കിൽ അത് ചോദിച്ചോളി. ചോദിക്കാതെ ഇല്ല നിങ്ങൾ പ്രസ്താവന അടക്കള്ളി. അതിനൊക്കെ മാതൃക ഉണ്ട്. മാതൃക ഇല്ല എന്ന് പറയരുത്. മാതൃക എന്തിനാ വേണ്ടത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളി, ആദ്യം തിരുശേഷിപ്പല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ലോകത്തുള്ള ഏറ്റവും മഹത്തായ പള്ളി അത് തന്നെ ഇല്ലേ? മസ്ജിദ് നബവിയെക്കാട്ടിലും വലിയൊരു പള്ളിയുണ്ടോ ലോകത്ത്? അതിനേക്കാൾ ആദരിക്കപ്പെടുന്ന പള്ളിയുണ്ടോ? അതിനേക്കാൾ ആഡംബരമുള്ള പള്ളിയുണ്ടോ? മസ്ജിദുൽ ഹറാം വരെ അവിടെ എത്തിയിട്ടില്ലല്ലോ, ഇല്ല. എന്നിട്ട് അത് ധൂർത്താണ് എന്ന് ലോകത്ത് സൂക്ഷ്മാലുക്കളായ ഒരാൾ പറഞ്ഞില്ല എന്നെല്ലാം നബി തങ്ങൾ തന്നെ സൂചന നൽകിയിട്ടുണ്ട്. ദജ്ജാൽ വരുമ്പോ മദീനത്തേക്ക് കടക്കാൻ കഴിയൂല, മദീനത്തിന്റെ ബോർഡർ കടക്കാൻ കഴിയൂല. എന്നാൽ ഉഹദിന്റെ പിന്നിലുള്ള മലന്റെ മുകളിൽ കയറിയിട്ട് അനുയായികൾക്ക് കാണിച്ചു കൊടുക്കും. ഹാദല്ലദീ തറൗനഹു അൽ ഖസ്റുൽ അബിയദ് ഹുവ മസ്ജിദ് മുഹമ്മദ് എന്നാ പറഞ്ഞത്. ഓലപ്പന്തലിട്ട് നിസ്കരിച്ചിരുന്ന കാലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്താണെയോ? ദജ്ജാൽ വന്നിട്ട് ആ മലന്റെ മുകളിൽ കയറിയിട്ട് അനുയായികൾക്ക് കാണിച്ചു കൊടുക്കും. ആ വെള്ളക്കൊട്ടാരം കണ്ടില്ലേ, അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മസ്ജിദ് നബവിയാണ്. അപ്പൊ അതൊരു കൊട്ടാര സമാനമായി, അതിനെ വെള്ളക്കൊട്ടാരമായി മുസ്ലിം സമൂഹം ആഘോഷപൂർവ്വം കെട്ടിക്കൊണ്ടുനടക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ? തെളിവ് നിങ്ങൾക്ക് വേണ്ടേ? എവിടെ വേണ്ട? പൊന്നാനി പള്ളി നിങ്ങൾ നോക്കി, എന്നും പൊന്നാനി പള്ളി ഏത് കാലത്തെടുത്തതാ? മഖ്ദൂമങ്ങളെ കാലത്തെടുത്തല്ലേ?
വലിയ മഖ്ദൂമങ്ങൾ കാലത്തെടുത്താണെന്നാ പൊന്നാനിപ്പള്ളി വലിയ മഖ്ദൂമങ്ങൾ പറഞ്ഞാല് നമ്മളെ മുസ്ലിമീനായിട്ട് മഖ്ദൂമങ്ങളുടെ വല്യാപ്പ മൂപ്പരെ കാലത്തെടുത്ത മൂപ്പരെ ശിഷ്യനാണ് ഇബ്നു ഹൈതമി തങ്ങൾ. എന്നാലും ഇവിടെ ഒരു ബഹുമാനിക്കപ്പെടുന്ന ഷാഫി മദ്ഹബിലെ വലിയൊരു ആലിമാണല്ലോ. ഞാൻ അങ്ങനെ പള്ളിയെടുക്കുന്നുണ്ട്, നിങ്ങൾ വരുമോ ഉദ്ഘാടനത്തിന് വെച്ച്? ആ ഉസ്താദ് അങ്ങനെ പള്ളിയെടുക്കുകയാണെങ്കിൽ ഞാൻ വരുമല്ലോ പറഞ്ഞു. അങ്ങനെ വന്നിരുന്ന അങ്ങനെ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു എവിടെ വന്നിട്ട് ഈ പള്ളിയിൽ വന്നിട്ട് പൊന്നാനി പള്ളിയിൽ. ആ പൊന്നാനി പള്ളി 104 കഴിഞ്ഞപ്പോ അന്നെടുത്ത പള്ളി ഇന്നും പ്രൗഢിയോടുകൂടി തലയോർത്തി അന്തസ്സായി നിൽക്കുന്നു. അക്കാലത്ത് കേവലം കടപ്പുറക്കാരായിരുന്ന പാവപ്പെട്ട പൊന്നാനിക്കാർക്ക് ഓലക്കുടിലല്ലാതില്ല. ആ സമയത്ത് ഇത്രയും ആർഭാടമായി നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്നും വിശാലമായി ഇന്നും പൊന്നാനിയില് പൊന്നാനി മഖ്ദൂമുകളുടെ പള്ളിക്ക് സമാനമായൊരു കെട്ടിടം ഉയർന്നു നിന്നിട്ടില്ല. അപ്പൊ ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്രയും ആർഭാടമായി പ്രവിശാലമായി എന്ന് തന്നെ പറയാവുന്നൊരു പള്ളി നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല പറഞ്ഞതാ ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻതുർഫ. എന്താ അതിനർത്ഥം? അൻതുർഫ എന്നെ പൊന്തിച്ചുണ്ടാക്കുക എന്നല്ല. എത്ര കണ്ട് ലോകത്ത് പുരോഗതി വന്നിട്ടുണ്ടോ, എത്രത്തോളം നാഗരികത വികസിച്ചിട്ടുണ്ടോ, ആ വികസനത്തിന് മുഴുവൻ മകുടം ചാർത്തുന്ന നിലക്ക് ആ നാട്ടിന്റെ മാതൃകയായി പള്ളികൾ പുരോഗതി പ്രാപിക്കുന്ന സമയത്ത് അത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നാട്ടിൽ എത്ര ആർഭാടമായി, എത്ര അന്തസ്സായി, വിശാല വിസ്തൃതമായി ബംഗ്ലാവുകളും കെട്ടിടങ്ങളും ആഘോഷമായി ഉണ്ടാക്കുന്നു, അതിന് മുഴുവനും തിലകം ചാർത്താൻ ആ നാട്ടിലെ പള്ളി വളർന്നിരിക്കണം. അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. പഴയകാലത്ത് ചിന്തി നോക്കി, നമ്മളെ നാട്ടിലൊക്കെ ഓടിട്ട പെര വന്ന് ഇപ്പൊ അടുത്ത കാലത്ത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം, അതിന് മുമ്പ് ഓടിടാൻ തുടങ്ങിയിട്ടില്ല. ഈ കടപ്പുറക്കാര് ഓലക്കൊണ്ട് ചെറ്റക്കുടിലുണ്ടാക്കി താമസിക്കുന്ന ആ നാട്ടുകാരാണ് ആ പള്ളിയെടുത്ത് അവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഒരു 400 കോടിയൊക്കെ മുടക്കിയിട്ട് എടുക്കണം, എന്നാലും ഇപ്പൊ പള്ളി. ഹദീസ് എന്ന് പറയാൻ പറ്റുന്ന ഹദീസ് ഉണ്ടെങ്കിൽ ഈ ഹദീസേ ഉള്ളൂ. ഏത്? ഇമാം മുസ്ലിമിന്റെ ഒക്കെ തുടക്കത്തിൽ 100-ലധികം പരമ്പര സൂചനയിലൂടെയും വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് ഈ ഒറ്റ ഹദീസിൽ. എന്താ പറഞ്ഞാൽ, മനഃപൂർവ്വം എന്റെ പേരിൽ ഒരാൾ കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ നിന്ന് ഇരിപ്പിടം തയ്യാർ ചെയ്തു കൊള്ളട്ടെ. ഇനി വേറൊന്നും ഒരുങ്ങാനോനില്ല, മരിച്ചാൽ നേരെ നരകത്തിലേക്കാണെന്നുള്ള ഉറപ്പാവുന്നു. ഖുർആൻ പോലെ അനിഷേധ്യമായി സ്ഥിരപ്പെട്ട അത്രയും പരമ്പരയിൽ വന്ന ഹദീസാണ്. ഇതറിയുന്ന ആള് മനഃപൂർവ്വം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയും എന്ന് വിശ്വസിക്കാൻ വളരെ പ്രയാസമുണ്ട്. അങ്ങനെ ഉണ്ടാവൂല, ഒരാൾ പറയില്ല. പറഞ്ഞാലോ ഓന്റെ അവസ്ഥ വളരെ മോശം. അറിയാതെ പോലും പറയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു കാര്യം പറയുമ്പോ അത് സത്യാണെന്ന് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ തന്നെ പറയാൻ പാടുള്ളൂ. ആ ഉത്തമ ബോധ്യത്തിന്റെ മാർഗമാണ് നമ്മൾ പറഞ്ഞത്. ഇത് സനത് മാത്രമല്ല ഉത്തമ ബോധ്യത്തിനുള്ള മാർഗം. ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ആലിമീങ്ങള്, ഔലിയാക്കന്മാർ, സാദാത്യങ്ങൾ പോലെയുള്ള ആളുകളുടെ വാക്ക്, ആ വാക്ക്, അതുപോലെ തന്നെ മുൻഗാമികളുടെ നടപടി, ഇവ അടിസ്ഥാനമാക്കിക്കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നതിന് തെറ്റില്ല. അല്ലെങ്കിൽ സംശയത്തോടുകൂടി അല്ലെങ്കിൽ ഉറപ്പായിട്ട് കളവൊരാൾ പറഞ്ഞാൽ അയാളും സ്വർഗവുമായിട്ട് പിന്നെ യാതൊരു ബന്ധവുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വിശ്വാസം തോന്നുന്ന ആളുകൾ അത് അംഗീകരിക്കുക, ഇല്ലാത്തവര് രണ്ടായാലും ഉണ്ടാക്കാൻ പാടില്ല. വിഷയം വളരെ അപകടം പിടിച്ചത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അതിൽ കളിയാക്കാനോ തമാശയാക്കാനോ നേരം പോക്കാക്കാനോ ഒന്നും ഇസ്ലാമിൽ യാതൊരു വകുപ്പുമില്ല. ബോധ്യം വരാത്തവർക്ക് മാറി നിൽക്കുക, ബോധ്യം വന്നവർക്ക് അതിന്റെ ബർക്കത്തൊക്കെ കിട്ടുകയും ചെയ്യും. അതിനെ ബഹുമാനിക്കേണ്ടതും അപകടം വരാൻ സാധ്യതയുള്ളതിനും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് ഉണർത്തുകയും നമ്മൾ അങ്ങനെ ചെയ്യുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തതിനെയൊക്കെ ബഹുമാനിക്കാനും ആദരിക്കാനും അത് മുഖേന ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനും അല്ലാഹു തആല തൗഫീഖ് തന്ന് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ.